അശോക് ലട്ടു സാറ്, എൻ്റെ വളരെ വളരെ പ്രിയപ്പെട്ട അനുജത്തി കൂടിയായ പ്രൊഫസർ ഒലീന, സാക്ഷരതാ സമിതിയുടെ ഡയറക്ടർ കൂടിയായ പ്രൊഫസർ ഒലീന, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് ബഹുമാനരായ അധ്യാപകർ, ഇതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാലഘട്ടം വളരെ സങ്കീർണമായ ഒന്നാണ്. ഇന്നലകളെ മുഴുവൻ മായ്ച്ചു കളയുകയും പുതിയ ചരിത്രം ഉണ്ടാക്കിയെടുക്കുകയും സാധാരണ മനുഷ്യന്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിത്തീർക്കുകയും സവർണ മേധാവിത്വത്തെ തിരിച്ചു കൊണ്ടുവരികയും നമ്മൾ നവോത്ഥാന കാലത്ത് ഉൾപ്പെടെ ആട്ടി പുറത്താക്കിയിരുന്ന എല്ലാ തിന്മകളെയും തിരികെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ഇത്ര അധികം പ്രതിസന്ധികളെ നേരിടുന്ന ഒരു സമൂഹം വേറെ ഉണ്ടാവുകയില്ല എന്ന് ഞാൻ കരുതുകയാണ്. ഭാരതത്തിന്റെ വർത്തമാനകാല ജീവിതം അത്രമാത്രം അഭിശപ്തമായി മാറിക്കൊണ്ടിരിക്കുന്നു. തീണ്ടലും തൊടിയിലും അങ്ങനെ ഏറ്റവും മോശപ്പെട്ട കാലഘട്ടം 19-ാം നൂറ്റാണ്ടിൽ നാം നേരിട്ടുവെങ്കിൽ, 20-ാം നൂറ്റാണ്ടിന്റെ പകുതി വരെ നമ്മൾ നേരിട്ടുവെങ്കിൽ, അതെല്ലാം മാറ്റി തീർത്തുകൊണ്ടാണ് നവോത്ഥാനം കടന്നു വരികയും നവോത്ഥാനത്തിന്റെ പിൻപറ്റി പുരോഗമന പ്രസ്ഥാനങ്ങൾ ഉണ്ടാവുകയും കേരളം ചുവക്കുകയും ചെയ്തത്. അന്ന് നമ്മൾ നേടിയ നന്മകളെല്ലാം ഇപ്പോൾ ഒന്നൊന്നായി നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് രാജ്യം മാറുകയാണ്. അത്തരമൊരു സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ മലയാള സർവകലാശാല വളരെ സാഹസികമായി തോപ്പിൽ ഭാസി എന്ന മഹാനായ നാടകകാരനെ ഓർത്തെടുക്കുന്നത്. ഈ സർവകലാശാല എഴുത്തച്ഛന്റെ പേരിലുള്ള സർവകലാശാലയാണ്. സവർണ മേധാവിത്വത്തിനെതിരെ ഏറ്റവും ആദ്യം പടപൊരുതിയ ആൾ ആര് എന്ന് ചോദിച്ചാൽ അതിന്റെ ആദ്യത്തെ ഉത്തരം എഴുത്തച്ഛൻ എന്ന് തന്നെയാണ്. അദ്ദേഹം കലാപമാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിന്റെ രചനകളിലൂടെ കലാപമാണ് അദ്ദേഹം നടത്തിയത്. സത്യം പറഞ്ഞാൽ സവർണാധിപത്യത്തെ, ബ്രാഹ്മണന്റെ ആധിപത്യത്തെ അതിശക്തമായി ചോദ്യം ചെയ്ത വ്യക്തിയാണ് എഴുത്തച്ഛൻ അദ്ദേഹത്തിന്റെ രചനകളിലൂടെ. ആ അർത്ഥത്തിൽ സാഹസികനായ, വിപ്ലവകാരിയായ മലയാള ഭാഷയുടെ പിതാവിനെ ഓർക്കുന്ന ഈ സർവകലാശാല തോപ്പിൽ ഭാസിയെ ഓർക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? തോപ്പിൽ ഭാസിയെ ഓർക്കുക എന്നത് ആ സർവകലാശാലയുടെ സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു പുരോഗമന വീക്ഷണത്തിന്റെ പ്രതിസ്ഫരണമാണ് എന്ന് ഞാൻ കരുതുകയാണ്. തോപ്പിൽ ഭാസിയെ ഓർക്കുക എന്ന് പറഞ്ഞാൽ തോപ്പിൽ ഭാസിയുടെ കാലഘട്ടത്തെ ഓർക്കുക എന്നാണ് അർത്ഥം. തോപ്പിൽ ഭാസിയുടെ നാടകങ്ങളെ ഓർക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടം സമൂഹത്തിന് നൽകിയ അങ്ങേയറ്റം തീഷ്ണതയുള്ള, അങ്ങേയറ്റം വിപ്ലവബോധമുള്ള, അങ്ങേയറ്റം മാനവികതയുള്ള കലാസൃഷ്ടികളെ ഓർക്കുക എന്നാണ് അതിന്റെ അർത്ഥം. തോപ്പിൽ ഭാസിയെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കുന്നതിനപ്പുറം തോപ്പിൽ ഭാസിയെ മാനവികതാ ബോധത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു പ്രതിനിധി എന്ന് നമുക്ക് പറയേണ്ടി വരും. കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനവും അതുതന്നെയാണല്ലോ. അപ്പൊ ആ അർത്ഥത്തിൽ ഹ്യൂമനിസമാണ് തോപ്പിൽ ഭാസിയെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ളത്. കണ്ണു നനയാതെ ഒരു രംഗങ്ങളും കണ്ടു തീർക്കാനാവാത്ത വിധമാണ് തോപ്പിൽ ഭാസിയുടെ ഒട്ടുമിക്ക നാടകങ്ങളും. തോപ്പിൽ ഭാസിയുടെ നാടകത്തിന് മുന്നിലും നമ്മൾ കണ്ണു നനയുന്നുവെങ്കിൽ അത് അതിലെ വൈകാരിക അംശത്തിനപ്പുറം അതിലെ സാമൂഹികമായ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ കടന്നു കയറുമ്പോഴാണ് നമുക്ക് കണ്ണുകൾ ഈറനാവുന്നത്. ആ ഒരു പൈങ്കിളി രചന വായിക്കുമ്പോഴുണ്ടാകുന്ന ചെറിയ അതിലോലമായ വികാരങ്ങളല്ല, മറിച്ച് മനുഷ്യനെ മഥിക്കുകയും മനുഷ്യനെ കീഴ്പ്പെടുത്തുകയും മനസ്സിനെ വിപ്ലവവീര്യത്തിലേക്ക് എടുത്തെറിയുകയും ചെയ്യുന്ന തരത്തിലുള്ള, നമ്മളെ മറ്റൊരാളാക്കി തീർക്കുന്ന തരത്തിലുള്ള തീഷ്ണമായ വികാരങ്ങളാണ് തോപ്പിൽ ഭാസിയുടെ നാടകങ്ങളെല്ലാം നമുക്ക് നൽകിയിട്ടുള്ളത്. അരങ്ങിലേക്കും അത് തന്നെയാണ് സംഭവിച്ചത്. തോപ്പിൽ ഭാസി യഥാർത്ഥത്തിൽ ഒരു കലാകാരനായി തീരണം, ഒരു എഴുത്തുകാരനായി തീരണം എന്നൊക്കെ ആഗ്രഹിച്ച് നാടകം എഴുതുകയോ മറ്റ് ചെറുകഥ എഴുതുകയോ ഒന്നും ചെയ്ത ആളല്ല. അദ്ദേഹം തുടക്കം മുതൽ അവസാനം വരെ രാഷ്ട്രീയക്കാരനായിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ മുന്നേറ്റം എന്ന ഏകാംഗ നാടകം തന്നെ അതിൽ രാഷ്ട്രീയമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. നാട്ടുംപുറത്തെ സാധാരണ കർഷക തൊഴിലാളികൾ അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ, കീഴാളരായ കർഷക തൊഴിലാളികളെ മനുഷ്യരായി പോലും പരിഗണിക്കാതിരിക്കുന്ന തമ്പുരാക്കന്മാരുടെ ധാർഷ്ട്യം, ആ പ്രദേശങ്ങളിലെയും ആ കാലഘട്ടത്തിലെയും സമ്പത്തുള്ള വസ്തുവും വകയും ഭൂമിയും ഒക്കെ ഉള്ള മാടമ്പിമാർ കാട്ടുന്ന തോന്നിയാസങ്ങൾ, അതിനൊക്കെ എതിരെയുള്ള പ്രതിഷേധമായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഏകാംഗ നാടകമായ മുന്നേറ്റം എന്ന നാടകം. പിന്നീട് അദ്ദേഹം ഒടുവിൽ പോകാനുള്ള കാരണം ശൂരനാട് സംഭവമാണ്. ശൂരനാട് സംഭവം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഒരു പ്രദേശത്തെ സാധാരണ മനുഷ്യൻ, പ്രത്യേകിച്ചും കീഴാളരായ പാവപ്പെട്ട മനുഷ്യർ, അവർക്ക് ഭക്ഷണമില്ല.
അവര് പൊതു ഇടങ്ങളിലൊക്കെ ഈ കപ്പയൊക്കെ നട്ട് അങ്ങനെ നെല്ല് ചോറ് കഴിക്കുന്നതൊക്കെ അപൂർവമാണ്. കഞ്ഞി കുടിക്കുക എന്ന് പറയുന്നത് അത്യപൂർവമാണ്. ഈ സദ്യ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകുന്നില്ല. നമ്മുടെ നാട്ടിൻപുറത്തെ അന്ന് ഓണാട്ടുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ഭക്ഷണമാണ്. പോലത്തേക്ക് എന്നാണ് പറയുന്നത്. പോലത്തേക്ക് എന്ന് പറഞ്ഞാൽ പകലത്തേക്ക് മുഴുവനുമുള്ള ഒറ്റ പ്രാവശ്യത്തെ ഭക്ഷണമാണ്. രാത്രിയെ ഭക്ഷണം ഉണ്ടാവുകയില്ല, ഒട്ടുമിക്ക പ്രീതികളിലും ഉണ്ടാവുകയില്ല. അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാതെ, ഭക്ഷണം കഴിക്കാതെ വയലിൽ പോയി പണിയെടുത്ത് ഈ മേലാളന്റെ ചവിട്ടും തൊപ്പും എല്ലാം കേറ്റ് വൈകിട്ട് വന്ന് വൈകിട്ട് എപ്പോഴെങ്കിലും ഉണ്ടാക്കുന്ന ഒരു നേരത്തെ ഭക്ഷണമാണ് ഈ പോലത്തേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആകെ ഒരു നേരത്തെ മാത്രം എന്തെങ്കിലും കപ്പയോ ഒക്കെ കഴിച്ചു പോകുന്ന ഈ സാധാരണ മനുഷ്യർ അവരവിടെയുള്ള ഒരു കുളത്തിൽ നിന്നും മീൻ പിടിച്ചാണ് സ്ഥിരമായിട്ട് മത്സ്യം കഴിച്ചുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ ആ പാവപ്പെട്ട മനുഷ്യർക്ക് ശരീരത്തിലേക്ക് കിട്ടുന്ന ഏക പോഷകാഹാരം ഈ മത്സ്യമാണ്. അങ്ങനെ പൊതുജനങ്ങൾ, സാധാരണക്കാർ, ഈ പട്ടിണി പാവങ്ങളായ കർഷക തൊഴിലാളികൾ ഒരു കുളത്തിൽ നിന്നും പൊതുക്കുളത്തിൽ നിന്നും മത്സ്യം പിടിച്ച് അത് പാകം ചെയ്ത് കഴിച്ചുകൊണ്ടിരുന്നത് വളരെ വർഷങ്ങളായി തുടരുകയാണ്. അപ്പോഴാണ് അവിടുത്തെ വളരെ രണ്ട് ജന്മിമാർ അവർ ചേർന്നിട്ട് എന്ത് ചെയ്തു, ഈ കുളം അവരുടെ കസ്റ്റഡിയിലാക്കുന്നു. അവർ താലൂക്ക് അന്ന് ഈ സർക്കാരിന്റെ നിയന്ത്രണത്തിലൂടെയാണ് തിരുവിതാംകൂറിലെ അന്നത്തെ ഭരണത്തിലേക്ക് വരുന്നത് പിന്നെ പരവൂർ ടി കെ നാരായണപിള്ളയാണ് അപ്പോഴത്തെ മുഖ്യമന്ത്രി. അപ്പോ ആ ഒരു ഘട്ടത്തിൽ അങ്ങനെ ആ ഒരു സ്വാധീനം ചെലുത്തി അവരിൽ ഈ കുളം സ്വന്തമാക്കുകയും അതിന്റെ അധികാരം സ്വന്തമാക്കുകയും അതിലേക്ക് ആരെയും പ്രവേശിക്കാതിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ സന്ദർഭത്തിലാണ് തൊഴിലാളികൾ അവരുടെ ഒരു വർഷങ്ങളായി നിലനിൽക്കുന്ന അവരുടെ അധികാരത്തെ അവർ ഉപയോഗിക്കുകയും അവരിവിടുന്ന് വീണ്ടും കുളം തേകുകയും മീൻ പിടിക്കുകയും കുളത്തിൽ നിന്ന് മീൻ പിടിക്കുകയും ചെയ്യുന്നു. ഇതൊരു വലിയ പ്രശ്നമായി മാറുകയും ഇവരെ മുഴുവൻ ഗുണ്ടകളെ കൊണ്ട് ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ്. അപ്പൊ നോക്കുക, ഇത് വെറും ഒരു കലാപമല്ല, മറിച്ച് കീഴാളരായ മനുഷ്യർ, പാവപ്പെട്ട കർഷക തൊഴിലാളികൾ വർഷങ്ങളായി അനുഭവിച്ചു കൊണ്ടിരുന്ന അവരുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യം, പ്രൈമറി നെസസിറ്റിയാണ് ഭക്ഷണം എന്ന് പറയുന്നത്. അത്തരം ഒരു കാര്യത്തിന് വേണ്ടി അവർ നടത്തിയ ഒരു ഇടപെടലിനെ എത്ര ക്രൂരമായിട്ടാണ് ഈ ജന്മിമാർ അടിച്ചമർത്തിയത്. അവരുടെ വീടുകളെല്ലാം ആക്രമിക്കുക മാത്രമല്ല, സ്ത്രീകളെ പീഡിപ്പിച്ചു. ഇങ്ങനെ വലിയ പ്രശ്നമുണ്ടായി. അവിടെയാണ് ഈ പോലീസും ഗുണ്ടകളും തൊഴിലാളികളുമായി ഏറ്റുമുട്ടുമ്പോഴാണ് അവിടെ ഒരു കലാപം ഉണ്ടാകുന്നതും ഈ പോലീസുകാരൻ മരിക്കാനിടയാവുന്നതും ഒക്കെ അങ്ങനെയാണ്. പോലീസുകാർ മരിക്കാനിടയാവുന്നതും ഒക്കെ അങ്ങനെയാണ്. അത്തരം ഒരു ഘട്ടത്തിലാണ് ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക്, ശൂരനാട് എന്ന സ്ഥലത്തേക്ക് പോവുകയോ ആ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയോ ചെയ്യാത്ത തോപ്പിൽ ഭാസിയെ ഉൾപ്പെടെ പ്രതിയാക്കിക്കൊണ്ട് പോലീസ് കേസെടുക്കുന്നത്. അപ്പോഴാണ് പരവൂർ ടി കെ നാരായണപിള്ള എന്ന മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്, ഇനി ശൂരനാട് എന്നൊരു സ്ഥലം ഇനി ആവശ്യമില്ല, ശൂരനാട് എന്നൊരു പ്രദേശമേ ആവശ്യമില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. ഇതൊരു ധാർഷ്ട്യമാണെന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഭരണാധികാരി, അതും ജനകീയ സംവിധാനത്തിൽ വന്ന തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രി പറയുകയാണ് ഒരു പ്രദേശം ഇനി ആവശ്യമില്ല എന്ന് പറയുകയാണ്. അത്രയധികം ധാർഷ്ട്യവും അത്രയധികം ജാതി മേൽക്കോയ്മയും ഒക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് തോപ്പിൽ ഭാസി ഒളിവിൽ പോകേണ്ടി വരുന്നത്. തോപ്പിൽ ഭാസി ഒളിവിൽ പോകുമ്പോൾ അദ്ദേഹം ആകെ ഈ ഒളിവിലേക്ക് വളരെ യങ്ങാണ്, ചെറുപ്പക്കാരനാണ്. ഒളിവിൽ പോയപ്പോൾ അദ്ദേഹത്തിന് ഈ ശൂരനാട് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ, ശൂരനാട് സംഭവത്തിൽ അവിടുത്തെ വീടുകളെല്ലാം കയറി ആക്രമിക്കുകയാണ് പോലീസും ഗുണ്ടകളും. പുരുഷന്മാരെല്ലാം നാട് വിട്ടുപോയി. പോലീസിന്റെ ആക്രമണത്തിൽ നിരവധി ആളുകൾ ലോക്കപ്പിലായി. അപ്പോൾ ലോക്കപ്പിലായ തൊഴിലാളികൾ, വിപ്ലവകാരികൾ, മരണപ്പെട്ട വിപ്ലവകാരികൾ, ദൂരേക്ക് ഭയന്ന് ഓടിപ്പോയ ആളുകൾ, ഇവരുടെയൊക്കെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും കേസ് നടത്തുന്നതിന് വേണ്ടിയും ഒരു ഡിഫൻസ് കമ്മിറ്റി ഉണ്ടാക്കി. ആ ഡിഫൻസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നത് KPAC കേശവൻ പോറ്റി എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട കേശവൻ പോറ്റി സാറാണ്. സാറെന്ന് അവിടുത്തെ ഒരു സംസ്കൃത സ്കൂളിന്റെ അധ്യാപകനാണ്, ഹെഡ് മാസ്റ്ററാണ്. അദ്ദേഹമാണ് ഇതിന്റെ ഡിഫൻസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്. സെക്രട്ടറിയായി പ്രവർത്തിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിരുന്ന നേതാവായിരുന്ന N. ശ്രീധരൻ എന്നയാളാണ്. അദ്ദേഹം പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി ആയി സംസ്ഥാന കൗൺസിൽ, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയൊക്കെ ആയി അംഗമൊക്കെ ആയി തീർന്ന വളരെ പ്രഗത്ഭനായ N. ശ്രീധരൻ, ഞങ്ങളൊക്കെ നാട്ടുകാരൊക്കെ NS എന്ന് വിളിക്കുന്ന NS ചേട്ടൻ, അദ്ദേഹമായിരുന്നു അന്നത്തെ ഈ ഡിഫൻസ് കമ്മിറ്റിയുടെ സെക്രട്ടറി. ഇവർ രണ്ടുപേരും ഈ പ്രവർത്തനം നടത്തുമ്പോൾ ഇതിന് ഫണ്ടില്ല. അപ്പോൾ ഇതിന് ഫണ്ട് വേണം, പണം ശേഖരിക്കണം. ശൂരനാട് കലാപത്തിൽ പെട്ടുപോയ
വിപ്ലവകാരികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അവരുടെ കേസ് നടത്തുന്നതിന് വേണ്ടിയും അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഡിഫൻസ് കമ്മിറ്റിക്ക് ധനം ശേഖരിക്കുന്നതിന് വേണ്ടി തോപ്പിൽ ഫാസി എഴുതിയ നാടകമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. ഞാനിത് വിശദമായി പറഞ്ഞത് ഒരിക്കലും അരങ്ങിൽ അവതരിപ്പിക്കുവാൻ KPAC എന്ന് പറയുന്ന നാടക സംഘത്തിന് വേണ്ടി അരങ്ങിലേക്ക് കൊണ്ടുവരുവാൻ ഒരു കലാസൃഷ്ടി എന്ന പേരിൽ ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയും ഒന്നും എഴുതിയതല്ല, മറിച്ച് തൊഴിലാളി വിപ്ലവത്തിന് വിപ്ലവകാരികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഡിഫൻസ് കമ്മിറ്റിക്ക് പണം ശേഖരിക്കുന്നതിന് വേണ്ടി തോപ്പിൽ ഫാസി ഒളിവിലിരുന്നുകൊണ്ട് എഴുതി നൽകിയ കൃതിയാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. ആ കൃതി അങ്ങനെ ആദ്യമായി അച്ചടിക്കുകയും അത് കേശവൻ പോറ്റി സാറും N. ശ്രീധരനും കൂടെ ചേർന്ന് വിറ്റഴിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന പണം ഡിഫൻസ് കമ്മിറ്റിക്ക് ഉപയോഗിക്കുകയും ചെയ്യും. ഇതിനിടയിലാണ് KPAC എന്ന നാടക പ്രസ്ഥാനം 1950 രൂപം കൊള്ളുന്നു. എന്റെ മകനാണ് ശരി എന്ന ആദ്യത്തെ നാടകം അവതരിപ്പിക്കുന്നു. അഡ്വക്കേറ്റ് ജനാർദ്ദനക്കുറുപ്പും അഡ്വക്കേറ്റ് രാജഗോപാലൻ നായരുമായിരുന്നു അതിന്റെ ആ നാടകത്തിന്റെ രചയിതാക്കൾ. അവർ തന്നെയാണ് ആ നാടകം സംവിധാനം ചെയ്തത്. അത് തിരുവനന്തപുരത്ത് VJT ഹാളിൽ അവതരിപ്പിക്കുന്നു. ആ നാടകം വേണ്ടത്ര ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ മറ്റൊരു നാടകം അന്വേഷിച്ച് നടക്കുമ്പോഴാണ് അവര് കേശവൻ പോറ്റി സാർ വഴി അവർ അറിയുന്നത് ഇങ്ങനെ തോപ്പിൽ ഫാസിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം ഇങ്ങനെ വിൽക്കുന്നുണ്ട് എന്നറിയുന്നത്. അവർ ആ നാടകം പോയി കാണുന്നു, ആ നാടകം വായിക്കുന്നു, ആ നാടകം അവർക്ക് ഇഷ്ടമാകുന്നു. അങ്ങനെ തോപ്പിൽ ഫാസിയെ ലോക്കപ്പിൽ പോയി കാണുകയാണ്. പക്ഷെ തോപ്പിൽ ഫാസി സ്വന്തം പേരിലല്ല ഈ നാടകം എഴുതിയിരുന്നത്. കാരണം അദ്ദേഹം അപ്പോഴത്തേക്ക് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ നാടകം എഴുതുന്ന സമയത്ത് അദ്ദേഹം സോമൻ എന്ന പേരിലാണ് അദ്ദേഹം ഈ നാടകം എഴുതുന്നത്, ഒരു കള്ളപ്പേരിലാണ് എഴുതുന്നത്. ഈ നാടകം KPAC എടുക്കാൻ തീരുമാനിക്കുന്ന ഘട്ടത്തായപ്പോഴത്തേക്ക് തോപ്പിൽ ഫാസി അറസ്റ്റ് ചെയ്യപ്പെട്ടു, ലോക്കപ്പിൽ പോയി കാണുകയും അനുവാദം വാങ്ങുകയും ഈ നാടകം അവതരിപ്പിക്കാൻ തുടങ്ങുകയുമാണ്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം 1952 അവതരിപ്പിക്കുന്നത്. 1952 ചവറയിലെ തട്ടാശ്ശേരി എന്ന സ്ഥലത്താണ് ഈ നാടകം അവതരിപ്പിക്കുന്നത്. ആ നാടകം ആദ്യമായി അവതരിപ്പിച്ചത് 1952 ഡിസംബറിലാണ്. അപ്പൊ ഈ നാടകം അവതരിപ്പിച്ചപ്പോൾ ആദ്യമായി ഈ നാടകം അരങ്ങിൽ വന്ന ഘട്ടത്തിൽ ഈ നാടകം നേരിട്ട് കണ്ട ഒരു 6-7 പേരെ എനിക്ക് കാണാൻ ഭാഗ്യമുണ്ടായി. ഞാനവരെ കാണുമ്പോൾ 1998 99 സമയത്താണ് ഞാൻ കാണുന്നത്. കാരണം 2000 KPACയുടെ 50-ാം വാർഷികം പ്രമാണിച്ച് KPACയുടെ ചരിത്രം എഴുതാനുള്ള ഉത്തരവാദിത്വം എന്നെയാണ് ഏൽപ്പിച്ചത് KPACയുടെ കമ്മിറ്റി. അങ്ങനെ KPACയുടെ ചരിത്രം എഴുതുന്ന ഘട്ടത്തിൽ ഞാൻ പല ആളുകളെ കണ്ട കൂട്ടത്തിൽ ആദ്യമായി ഈ നാടകം കണ്ട ആളുകളെ തേടിപ്പിടിച്ച് ഞാൻ പോയി. അങ്ങനെ കണ്ട 6-7 പേരുണ്ടായിരുന്നു. അവർ എന്നോട് പറഞ്ഞത് വിസ്മയകരമായ ചില അനുഭവങ്ങളാണ്. ഈ നാടകം ചവറയിൽ അവതരിപ്പിക്കുമ്പോൾ ജനങ്ങൾ അവിടത്തെ സാധാരണ മനുഷ്യർക്ക് ഈ നാടകം വല്ലാതെ കാണണം എന്ന ആഗ്രഹമുണ്ട്. എന്നാൽ അവിടുത്തെ മാടമ്യമാരായ ആളുകൾ, ഈ നാടകത്തെ എതിർക്കുന്ന ആളുകൾ, കമ്മ്യൂണിസ്റ്റുകളല്ലാത്ത ആളുകൾ ഈ നാടകത്തെ തല്ലിത്തോപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരുന്നതാണ്. അവർ വടിയും കല്ലും ഒക്കെയായി തയ്യാറായി വന്നു. എറിഞ്ഞ് ഈ നാടകം അവതരിപ്പിക്കാൻ അനുവദിക്കരുത് എന്ന് തീരുമാനിച്ചെത്തിയവരാണ് ഭൂരിപക്ഷവും. അവർ അവിടെ വന്നിരുന്നു. നാടകം തുടങ്ങുമ്പോൾ നാടകം മറ്റൊരു സങ്കല്പത്തിലേക്കാണ് എത്തുന്നത്. അതുവരെയുള്ള നാടക സങ്കല്പത്തെ മുഴുവൻ മാറ്റി തീർത്തുകൊണ്ട് നാടകം തുടങ്ങുന്ന ഘട്ടം മുതൽ നാടകം അവസാനിക്കുന്നത് വരെ മറ്റൊരു ലോകമാണ് അവിടെ അവർ കണ്ടത്. അവരുടെ തന്നെ ജീവിതമാണ് അവർ കാണുന്നത്. തങ്ങളുടെ നാട്ടിൽ തങ്ങൾ അനുഭവിക്കുന്ന ധർമ്മസങ്കടങ്ങൾ, തങ്ങൾ അനുഭവിക്കുന്ന ശാരീരികമായ കെടുതികൾ, പീഡനങ്ങൾ, തങ്ങളുടെ പട്ടിണി, അത്തരം വിഷയങ്ങളെല്ലാം അരങ്ങിലേക്ക് എത്തുകയാണ്. തങ്ങളുടെ ജീവിതം തന്നെ അവർ ആ നാടകം അരങ്ങിൽ വന്നപ്പോൾ അവർ കാണുകയാണ്. മലയാളത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു നായകൻ, അർത്ഥനഗ്നനായ ഒരാൾ ഒരു വൃദ്ധനെ നായകനാക്കുകയും മലയാളത്തിൽ ആദ്യമായി ഒരു കീഴാള യുവതിയെ നായികയാക്കുകയും ചെയ്യുക എന്ന സാഹസമാണ് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം മുന്നോട്ട് വയ്ക്കുന്നത്. അതിനു മുമ്പ് ഒരിക്കലും ഒരു കീഴാള യുവതി മലയാള നാടക വേദിയിൽ ഉണ്ടായിട്ടില്ല, അരങ്ങിലുണ്ടായിട്ടില്ല. രചനയിൽ അരങ്ങിലേക്ക് ആദ്യമായി, മലയാള നാടകവേദിയിലെ അരങ്ങിലേക്ക് ആദ്യമായി ഒരു കീഴാള പെൺകൊടിയെ നായികയായി അവരോധിക്കുകയാണ്. എന്നാൽ അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത, ഈ മാല എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ തോപ്പിൽ ഫാസി മാല എന്ന കഥാപാത്രത്തെ ഒരു സാധാരണ കീഴാള പെൺകൊടിയായിട്ട് അവതരിപ്പിക്കുന്നതിനപ്പുറം കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിൽ, കേരളത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ, കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളിൽ ഒക്കെ ഇടപെടുന്ന ഒരു കഥാപാത്രമായിട്ടാണ് മാലയെ അവതരിപ്പിക്കുന്നത്. മാല വെറും ഒരു കഥാപാത്രമല്ല, മറിച്ച് ആ നാടകത്തിന്റെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് ഈ നാടകത്തെ കൊണ്ടുപോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചാലകശക്തിയായി വർത്തിക്കുന്നത് മാല എന്ന ഈ പെൺകൊടിയാണ്, ഈ കീഴാള പെൺകൊടിയാണ്. അതിനായി അവളുടെ ഈ പ്രേമത്തെ അവൾ ഹോമിക്കുന്നു, അവളുടെ എല്ലാ സ്വപ്നങ്ങളെയും അവൾ ഹോമിക്കുന്നു. പക്ഷെ അവളുടെ മുന്നിലുള്ള സമൂഹമാണ്. ഈ സമൂഹത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി, കേരളത്തിന്റെ കാർഷിക ബന്ധ ബില്ലിലേക്ക് കേരളത്തെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി,
കേരളത്തിലെ കീഴാള സ്വത്വത്തെ വളരെ ഉത്കൃഷ്ടമായ ഒരു പുരോഗമന സ്വത്വമാക്കി അവതരിപ്പിക്കുന്നതിൽ ഒരു സ്ത്രീയുടെ വിമോചനത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ നാടകത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു പ്രേരണാശക്തിയായി ഈ കഥാപാത്രം മാറുകയാണ്. അപ്പോൾ വെറുതെ ഒരു കീഴാള യുവതി അരങ്ങിലേക്ക് കൊണ്ടുവരിക എന്നതിനപ്പുറം ഇത്തരം ഒരു മാറ്റത്തിന് വേണ്ടി ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുകയും ആ കഥാപാത്രമാണ് നാടകത്തിന്റെ അവസാനം വരുമ്പോഴത്തേക്ക് ഈ നാടകത്തിന്റെ ക്ലൈമാക്സിൽ ഉന്നതമായ ഉദാത്തമായ ഒരു പ്രക്രിയയിലേക്ക് പോകുന്നുണ്ട്. നാടകം തുടങ്ങുമ്പോൾ ഈ കീഴാളരെ മുഴുവൻ തെറി പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു ഇടത്തരം ജന്മിയാണ് പരമപിള്ള. നാടകം അവസാനിക്കുമ്പോൾ 2.5 മണിക്കൂർ കഴിഞ്ഞ് നാടകം അവസാനിക്കുമ്പോൾ ഈ പരമപിള്ള വീട്ടിന്റെ പടിപ്പുരയിലേക്ക് പോലും കീഴാളരെ കയറ്റാതിരുന്ന പരമപിള്ള അവസാനം മാലയോട് പറയുന്നു, മോളെ ആ കൊടിയിഞ്ഞിതാ, ഞാനിതൊന്ന് ഉയർത്തി പിടിക്കട്ടെ എന്ന് പറയുന്നു. പരമപിള്ള മാലയിൽ നിന്നാണ് പരമപിള്ള എന്ന ഈ സവർണനായ മാടമ്പിയായിരുന്ന ഈ ഒരു തമ്പുരാന് അദ്ദേഹത്തിന്റെ മാറ്റത്തിന് വിധേയമായ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം സാധാരണ മനുഷ്യരോടൊപ്പം നിൽക്കുകയും സമരസജ്ജനാവുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് സമരായുധമായ ചെങ്കൊടി പകർന്നു നൽകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാല എന്ന കീഴാള പെൺകൊടിയാണ് എന്നത് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ നാടകത്തിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് കേരളത്തിന്റെ സാമൂഹിക മാറ്റത്തിന്റെ ഏറ്റവും ഉന്നതമായ ഒരു ദൃശ്യത്തെയാണ് അവിടെ നമുക്ക് കാട്ടിത്തരുന്നത്. ആ നാടകത്തിൽ വളരെ അവിചാരിതമായി എഴുതിയ വരികൾക്കിടയിൽ ON-കുറുപ്പ് സാർ എഴുതി, നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈക്കിളി എന്ന് എഴുതി. 1950 അദ്ദേഹം എഴുതുന്നത്. 52 ഈ നാടകം അവതരിപ്പിക്കുന്നത്. പക്ഷേ കാലം അത് കൃത്യമായി നടപ്പിലാകുന്നു. 57 ആയപ്പോഴത്തേക്ക് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കാർഷിക ബന്ധ ബില്ല് കൊണ്ടുവരികയും അതുവഴി സാധാരണക്കാരിലേക്ക്, കർഷക തൊഴിലാളികളിലേക്ക്, കർഷകരിലേക്ക് ഭൂമി കൈമാറ്റം ചെയ്യുന്ന ഒരു നിയമത്തിലേക്ക് ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം തയ്യാറാവുകയും ചെയ്യുകയാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങളിനെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന നാടകം വെറും ഒരു അരങ്ങിൽ വന്ന ഒരു ആസ്വാദനത്തിനായി തയ്യാറാക്കിയ ഒരു നാടകം എന്നതിനപ്പുറം കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിൽ, കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിൽ നവോത്ഥാന പ്രക്രിയയുടെ തുടർച്ചയായി നവോത്ഥാന പ്രക്രിയയെ സഫലമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇടപെടലായി ഈ നാടകം മാറുകയാണ്. ഈ നാടകത്തിലെ കഥാപാത്രങ്ങളെല്ലാം ഓരോ കഥാപാത്രങ്ങളെ എടുത്ത് പറയുമ്പോഴും നമുക്ക് ഇത്തരത്തിൽ പറയേണ്ടി വരും. എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ആ നാടകത്തെക്കുറിച്ച് മാത്രമായി ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ നാടകത്തിലെ ഓരോ രംഗത്തെക്കുറിച്ചും ഓരോ കഥാപാത്രത്തെക്കുറിച്ചും പ്രത്യേകം പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നമുക്ക് സമയത്തിന്റെ പരിമിതി മൂലം തോപ്പിൽ പാസിയിലേക്ക് നമ്മൾ വീണ്ടും എത്തേണ്ടതുണ്ട്. ഒരു നാടകത്തിൽ മാത്രം നിന്നാൽ മതിയാവുകയില്ല. എന്നാൽ ഈ നാടകം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ഈ നാടകം കണ്ട ആളുകൾ എന്നോട് പറഞ്ഞൊരു കാര്യം, ഈ 1952 ഡിസംബറിൽ ചവറയിൽ ഈ നാടകം കണ്ടിരുന്നപ്പോൾ ആദ്യം കല്ലും കട്ടയും വടിയും ഒക്കെയായി, കുറുവടിയും ഒക്കെയായി നാടകത്തെ തല്ലിത്തോപ്പിക്കാൻ വന്ന ആളുകൾ ആ നാടകം തുടങ്ങി മുന്നോട്ട് പോയപ്പോൾ ഇവരെല്ലാം നിശബ്ദരായി. അവരവരുടെ ജീവിതത്തെ അതിൽ കാണുകയാണ്. ഇവർ പ്രതികരിക്കാനാകാതെ നാടകത്തിലേക്ക് മാത്രം ഇൻവോൾവ് ആയി പോവുകയും നാടകത്തിലെ കഥാപാത്രങ്ങളെ, ആ നാടകത്തിലെ ഡയലോഗ്സിനെ ഒക്കെ പിന്തുടർന്നു പോവുകയും നാടകം അവസാനിച്ചപ്പോൾ അത് കണ്ടിരുന്ന ആരോ ഒരാൾ ഈ പരവുമുള്ള ഈ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജാഥയുടെ മുൻപേ നടക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ അങ്ങ് കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന ആരോ ഉറക്കെ വിളിച്ചു, ഇൻകുലാബ് സിന്ദാബാദ്. അവിടെ വന്ന മുഴുവൻ ആളുകളും, പ്രേക്ഷകർ മുഴുവൻ ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുകയും ഈ നാടകം തല്ലി തകർക്കാൻ വന്ന ആളുകളും അറിയാതെ തന്നെ ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുകയും ഒരു മോബ് മുഴുവൻ, ആ ഒരു സമൂഹം മുഴുവൻ അതിലേക്ക് എത്തിച്ചേരുകയും ചെയ്തുവെന്ന് ആ നാടകം അന്ന് ആദ്യമായി അത് കണ്ട് ആ നാടകത്തെ വിലയിരുത്തിയ ചിലർ എന്നോട് പറയുകയുണ്ടായി. അതിൽ 2 പേർ, ഞാൻ കണ്ട 7 പേരിൽ 2 പേർ, ഞാൻ അവരെ കാണുമ്പോഴും 1998, 99 കാലത്തും അവർ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നില്ല, അവർ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരായിരുന്നു. പക്ഷേ അവരുടെ ഉള്ളിൽ കമ്മ്യൂണിസത്തിൻ്റെതായ ഒരു നന്മയുടെ ഒരു എലമെന്റ് നിൽക്കുകയും അവരുൾപ്പെടെ അന്ന് ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചു എന്നോട് ഏറ്റുപറയുകയും ചെയ്ത് ഞാൻ ഓർക്കുകയാണ്. അപ്പൊ ഈ തരത്തിൽ ഒരു സമൂഹത്തെ മുഴുവൻ വല്ലാതെ മാറ്റി തീർക്കുന്നതിൽ നാടകമെന്ന കലാരൂപത്തെ ഉപയോഗപ്പെടുത്തിയ അത്ഭുതകരമായ ഒരു പ്രക്രിയയാണ് തോപ്പിൽ പാസ് ചെയ്തത്. പക്ഷെ എനിക്കത് അത് കാണുകയും വായിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, ഈ കാൾ മാർക്സിന്റെ ഡച്ച് ക്യാപിറ്റലിൽ അദ്ദേഹം പല ആശയങ്ങളും ശക്തമായി അവതരിപ്പിക്കുന്നതിനായി അദ്ദേഹം കൂട്ടുപിടിക്കുന്നത് നാടകത്തെയാണ്. സോഫക്കിൾസിന്റെയും ഷേക്സ്പിയറുടെയും ഒക്കെ എന്തുമാത്രം കൊട്ടേഷൻസ് ആണ് അദ്ദേഹത്തിന്റെ ഈ ഡച്ച് ക്യാപിറ്റൽ മൂലധനം എന്ന കൃതിയിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്.
അത് നമ്മളെ അത്ഭുതപ്പെടുത്തും. അപ്പോൾ കാർൾ മാർക്സും അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയ സുഹൃത്തായിരുന്ന എംഗൽസും ഒക്കെ നാടകം എന്ന കലാരൂപത്തെ വളരെ സീരിയസ് ആയി കണ്ടിരുന്നു എന്ന കാര്യം ഈ ആനുഷംഗികമായി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഈ നാടകം എന്ന കലാരൂപം നേരത്തെ ഇവിടെ നമ്മുടെ ബഹുമാനായ ബാബുരാജ് സാർ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ജനകീയമായ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ മലയാളത്തിലെ കേരളത്തിലെ രണ്ട് കലാരൂപങ്ങൾ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടായി. ഒന്ന് നാടകവും ഒന്ന് കഥാപ്രസംഗവുമാണ്. സാംബശിവനെ പോലെയുള്ള കഥാപ്രസംഗകർ പുരോഗമന വീക്ഷണമുള്ള എത്രയോ നോവലുകളാണ് നമ്മളിലേക്ക് പകർന്നു നൽകിയത്. 20-ാം നൂറ്റാണ്ടൊക്കെ എത്ര ശക്തമായുള്ള കൃതിയാണ്. അടിയന്തരാവസ്ഥ നടക്കുമ്പോൾ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ ഏകാധിപത്യത്തിൻ്റെതായ ഏറ്റവും ക്രൂരമായ അവസ്ഥകളെ ആവിഷ്കരിക്കുന്നതിനായി ഇദ്ദേഹം കണ്ടെത്തിയത് വിമൽ മിത്രയുടെ 20-ാം നൂറ്റാണ്ട് എന്ന നോവലിനെയാണ്. അത് മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ തോപ്പിൽ ഭാസി എന്ന നാടകകാരൻ അദ്ദേഹം അടിസ്ഥാനപരമായി അരങ്ങിലേക്കൊരു നാടകത്തിന്റെ ടെക്സ്റ്റിനെ അരങ്ങിലേക്ക് രംഗപാഠമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിനപ്പുറം സമൂഹത്തിലേക്ക് തന്റെ ഈ രചിത പാഠത്തെ തന്നെ സമൂഹത്തിലേക്ക് നൽകി അതുവഴി തന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് സഹായിക്കുന്ന വിധം ആ കലാസൃഷ്ടിയെ ഉപയോഗപ്പെടുത്തുകയാണ് അദ്ദേഹം ആദ്യം ചെയ്തത്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം അവതരിപ്പിക്കുകയും അത് വേദിയിലേക്ക് കൊണ്ടുവരികയും വേദിയിൽ ആളുകൾ അത് മുഴുവൻ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോഴും തോപ്പിൽ ഭാസി രംഗത്തെത്തിയിരുന്നില്ല. തോപ്പിൽ ഭാസിക്ക് നേരിട്ട് അതിൽ ബന്ധമുണ്ടായിരുന്നില്ല. പിന്നീടാണ് തോപ്പിൽ ഭാസി അതിലേക്ക് എത്തുകയും അതിന്റെ പ്രവർത്തനത്തിലേക്ക് ഇടപെടുകയും ചെയ്യുന്നത്. എന്നാൽ മലയാളക്കരയിൽ ആദ്യമായി നിരോധിക്കപ്പെട്ട നാടകം ഏത് എന്ന് ചോദിച്ചാൽ അതും നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകമാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു അസംബ്ലിയിൽ ഒരു നാടകത്തെക്കുറിച്ച് ഒരു ദിവസം മുഴുവൻ ചർച്ച നടന്നു എങ്കിൽ അത് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തെക്കുറിച്ചാണ്. എം.എൻ. ഗോവിന്ദൻ നായരെ പോലെയുള്ള ഒരു വലിയ രാഷ്ട്രീയ നേതാവാണ് അന്നത്തെ ചർച്ചകൾ മുഴുവൻ ലീഡ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ, അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങൾ അതൊക്കെ നടക്കുകയാണ്. ഈ നാടകം അവതരിപ്പിക്കുമ്പോൾ അന്ന് അസംബ്ലിയിൽ ഇത് ചർച്ച ചെയ്യുമ്പോൾ ആ നാടകത്തിൽ അഭിനയിച്ച 2 പേർ MLA-മാരാണ്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. അതിൽ പ്രധാനപ്പെട്ട 2 വേഷങ്ങൾ ചെയ്യുന്നവർ MLA-മാരായിരുന്നു. ഒന്ന് രാജഗോപാലൻ നായരും മറ്റൊന്ന് കാമ്പശ്ശേരി കരുണാകരനും. കാമ്പശ്ശേരിയാണ് പരമുള്ളയുടെ വേഷം ചെയ്യുന്നത്. അപ്പോ ഈ 2 പേർ അസംബ്ലിയിൽ അംഗങ്ങളായിരിക്കുന്ന 2 പേർ ഒരു നാടകത്തിൽ അഭിനയിക്കുകയും അവർ അഭിനയിച്ച നാടകത്തെ അതേ ഗവൺമെന്റ് തന്നെ നിരോധിക്കുകയും ആ നിരോധനത്തിനെതിരെ ഈ നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ള 2 MLA-മാർ ഉൾപ്പെടെയുള്ളവർ അസംബ്ലിയിൽ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യുക എന്ന അസാധാരണമായ സംഭവവും അന്ന് അരങ്ങേറുകയുണ്ടായി. അത് ആ നാടകം അവസാനം അസംബ്ലിയിൽ പറയുന്നുണ്ട്. കാമ്പശ്ശേരി വളരെ നർമ്മമുള്ള ആളായിരുന്നു. അദ്ദേഹം അസംബ്ലിയിൽ പറയുന്നുണ്ട്, സ്പീക്കറോട് പറയുന്നുണ്ട്, അങ്ങ് അനുവദിച്ചാൽ ഈ നാടകം ഇവിടെ അസംബ്ലിയിൽ ഞങ്ങളൊന്ന് അവതരിപ്പിക്കാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ആ തരത്തിൽ സംഭവബഹുലമായ ഒരു തിയേറ്റർ ഹിസ്റ്ററിയാണ്, അരങ്ങു ചരിത്രമാണ് സത്യത്തിൽ ഈ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല ആ നാടകത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഇന്നും ആ നാടകം അവതരിപ്പിക്കുന്ന 60 വർഷങ്ങൾക്കിപ്പുറവും ഈ നാടകം നിരന്തരമായി KPSC അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ പോലും ഒരു വർഷം പോലും ഈ നാടകം അവതരിപ്പിക്കാതിരുന്നിട്ടില്ല. നിരന്തരമായി നാടകം അവതരിപ്പിക്കുന്നു. കോവിഡ് കാലത്ത് മാത്രമാണ് ഈ നാടകം അരങ്ങിലേക്ക് വരാതിരുന്നത്. കാരണം അന്ന് എവിടെയും അരങ്ങുകൾ ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാ കാലത്തും ഈ 60 വർഷക്കാലം തുടർച്ചയായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മലയാളത്തിലെ ഏക നാടകം, മലയാളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ ഏക നാടകം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകമാണ് എന്ന കാര്യവും നമുക്ക് ഓർത്തെടുക്കാനാവും. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച നിരവധിയായിട്ടുള്ള ആശയങ്ങൾ, അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഈ കഥാപാത്രങ്ങളുടെ പ്രത്യേകതകൾ, അതുവരെ അരങ്ങിലുണ്ടായിരുന്ന നമ്മുടെ സംഗീത നാടകത്തിന്റെ തമിഴ് സംഗീത നാടകത്തിന്റെ ഒരു ചരിത്രമുണ്ടല്ലോ. വേദിയിൽ കർണാടക സംഗീതം അവതരിപ്പിച്ചുകൊണ്ട് നായകനെത്തുകയും സ്റ്റേജിൽ തന്നെ ഹാർമോണിസ്റ്റ് ഇരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു പഴയ സമ്പ്രദായത്തെ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ നാടകം വരുന്നത്. ഈ നാടകത്തിനാണ് മലയാളത്തിൽ ആദ്യമായി ഒരു അവതരണ ഗാനം ഉണ്ടാകുന്നത്. ദീപങ്ങൾ മങ്ങി കൂരിരുൾ തിങ്ങി മന്ദിരമൊന്നതാ കാൺമൂ മുന്നിൽ എന്നാണ് ഈ അവതരണ ഗാനം ആരംഭിക്കുന്നത്. നമ്മുടെ പിൽക്കാലത്തുള്ള അവതരണ ഗാനങ്ങളുടെ സമ്പ്രദായങ്ങളിലൊന്നുമല്ല ഈ അവതരണ ഗാനം. ഇത് വളരെ പതിഞ്ഞ സ്ഥായിയിൽ ആണ് ഈ പാട്ട് കേൾക്കുന്നത്. ദീപങ്ങൾ മങ്ങി ൂരിരുൾ തിങ്ങി മന്ദിരമൊന്നതാ കാൺമൂ മുന്നിൽ, ഇങ്ങനെയാണ് ഈ മട്ടിലാണ് ആ ഗാനം പോകുന്നത്. അതൊരിക്കലും നമ്മളെ വല്ലാതെ ആവേശം കൊള്ളിക്കുന്ന ഒന്നല്ല അവതരണ ഗാനം. അപ്പൊ അവതരണ ഗാനത്തെ കുറിച്ചുള്ള സങ്കല്പം തന്നെ മറ്റൊന്നായിട്ടാണ് മലയാളത്തിൽ ആദ്യമായി അവതരണ ഗാനം
രൂപപ്പെടുന്നത്. പിൽക്കാലത്ത് വളരെ ബഹളമുള്ള ശബ്ദ സങ്കീർണമായിട്ടുള്ള അവതരണ ഗാനങ്ങൾ നമ്മൾ പിൽക്കാലത്ത് കേൾക്കുകയാണ്. പക്ഷേ ഈ നാടകത്തിന്റെ അവതരണ ഗാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അത് കാമ്പിശ്ശേരി അദ്ദേഹത്തിന്റെ അഭിനയ ചിന്തകൾ എഴുതിയിട്ടുണ്ട്. ഈ ഗാനം കേട്ടാൽ മാത്രമാണ്, ഈ ഗാനം കേൾക്കുമ്പോൾ, അവതരണ ഗാനം കേൾക്കുമ്പോൾ അദ്ദേഹം കർട്ടന് പിന്നിൽ നിന്ന് ഇതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കും. ദീപങ്ങളെല്ലാം മങ്ങിപ്പോയിരിക്കുന്നു, ഊരിട്ട് തിക്കി വന്നിരിക്കുന്നു, തകർന്ന ഒരു മന്ദിരം ഇന്ന് അവിടെ കാണുകയാണ്. മുനിഞ്ഞു കത്തുന്ന ഒരു മണ്ണെണ്ണ വിളക്കിന്റെ മുന്നിൽ ഒരു പഴയ തറവാട് ഇങ്ങനെ അവിടെ ഉയർന്നു വരികയാണ്. ആ സമയത്താണ് കാമ്പിശ്ശേരി പറയുന്നു, എന്റെ മനസ്സിലേക്ക് പരമപിള്ള എന്ന കഥാപാത്രം കടന്നു വരുന്നു. ഞാൻ ഈ തകർന്ന തറവാടിലെ കാരണവരായി മാറുന്നു. ഞാൻ ആ കാലഘട്ടത്തിലേക്ക് എന്നെ പറിച്ചു നടുന്നു. ഞാൻ ആ കഥാപാത്രമായി അരങ്ങിലേക്ക് എത്തുകയാണ്. ഇനി എങ്ങാനും ഈ അവതരണ ഗാനം കേൾക്കാതിരുന്നാൽ എനിക്ക് പരമപിള്ളയാകാൻ കഴിയുമോ എന്ന കാര്യത്തിൽ പോലും എനിക്ക് ഭയമുണ്ട്, ഭയാശങ്കകളോടെയാണ് ഇന്ന് നിൽക്കുന്നത് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. നോക്കുക, ഒരു അവതരണ ഗാനം, ഒരു നാടകത്തിന്റെ ഓപ്പണിംഗ് സീനിലേക്ക് വരുമ്പോൾ അവിടെ ആ ഗാനം ആ നാടകത്തിന്റെ പൊതുസ്വഭാവമായി, ആ നാടകത്തിന്റെ കഥാഗാത്രവുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാലോചിക്കാം. നിങ്ങളിനൊക്കെ മുൻസംഗീത നാടകത്തിലെ എല്ലാ ഗാനങ്ങളുടെയും പ്രത്യേകതയാണ് ആ നാടകത്തിൽ കഥാപാത്രങ്ങളെ കൊണ്ട് പറയിക്കേണ്ട ചില സന്ദർഭങ്ങൾ, കഥാപാത്രങ്ങളിലൂടെ ആവിഷ്കരിക്കേണ്ട ചില സംഭവങ്ങൾ ഒക്കെ തന്നെ ഈ ഗാനങ്ങളിലൂടെയാണ് അവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഗാനങ്ങൾ ഒരു നാടകത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ സഹായിച്ചുകൊണ്ട് ഒപ്പം നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറുന്നു എന്ന് മലയാളികളെ ആദ്യമായി ബോധ്യപ്പെടുത്തുന്നതും നിങ്ങളെന്നൊക്കെ മനസ്സിലാക്കുന്ന നാടകമാണ്. അപ്പോൾ ഇതിന്റെ സാങ്കേതിക കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ നാടകം മുന്നോട്ട് വെക്കുന്ന തത്വശാസ്ത്രം, ഭൂമി എല്ലാവർക്കും തുല്യമായി അവകാശപ്പെട്ടതാണ്. ഭൂമി ഏതെങ്കിലും ഒരു തമ്പുരാന്റെയോ ഏതെങ്കിലും ഒരു ജന്മിയുടെയോ അധീനതയിലുള്ള ഒന്നല്ല. പണിയെടുക്കുന്ന പ്രദേശം, പണിയെടുക്കുന്ന ഭൂമി, മണ്ണ്, അത് പണിയെടുക്കുന്നവന് കൂടി അവകാശപ്പെട്ടതാണ്. അവന്റെ അധ്വാനമാണ് യഥാർത്ഥത്തിൽ ഈ സമ്പന്നന്റെ ഈ ജന്മിയുടെ അറയും ഒക്കെ നിറയ്ക്കുന്നത് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ജന്മിയുടെ യഥാർത്ഥത്തിൽ നോക്കുക, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞു വെക്കുന്ന മൂലധനത്തെ കുറിച്ചുള്ള സങ്കല്പം തന്നെ അതാണ്. തൊഴിലാളിയുടെ അധ്വാനത്തെയാണ് യഥാർത്ഥത്തിൽ മുതലാളി ലാഭമാക്കി മാറ്റുന്നത് എന്ന തത്വം എത്ര സഫലമായി, എത്ര മനോഹരമായി, എത്ര ആഴത്തിൽ നിങ്ങളെന്നെ മനസ്സിലാക്കി എന്ന നാടകം നമ്മളിലേക്ക് പകർന്നു നൽകുന്നു എന്നത് ഒരു തത്വശാസ്ത്രം പറയാതെ, മാനിഫെസ്റ്റോയെ കുറിച്ച് ശബ്ദിക്കുക പോലും ചെയ്യാതെ ജീവിതത്തിലൂടെ, സാധാരണ മനുഷ്യന്റെ ജീവിതത്തിലൂടെ അത് കൃത്യമായി രേഖപ്പെടുത്തുകയാണ് ആ നാടകം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാളത്തിലെ ആദ്യത്തെ പൊളിറ്റിക്കൽ ഡ്രാമ എന്ന് നമ്മൾ പറയുന്നത് 36 വന്ന നമ്മുടെ പട്ടബാക്കിയാണെങ്കിൽ പോലും, ഏതാമത്തെ പട്ടബാക്കിയാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ജനഹൃദയങ്ങളിലേക്ക് വല്ലാതെ കടന്നു കയറുകയും പിൽക്കാലത്തെ ഒരു അരനൂറ്റാണ്ടിനിപ്പുറവും വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നാടകം എന്ന തരത്തിൽ, നമുക്ക് സമ്പൂർണ്ണമായുള്ള രാഷ്ട്രീയ നാടകം എന്ന തരത്തിൽ നിങ്ങളെന്നെയൊക്കെ മനസ്സിലാക്കിയ നാടകത്തെ നമുക്ക് വ്യാഖ്യാനിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. തോപ്പിൽ പാസി എന്ന നാടകകാരന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം ഈ രാഷ്ട്രീയ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിൽ അദ്ദേഹം സമൂഹത്തെ കൃത്യമായി കൊണ്ടുവരുന്നു. അതിൽ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നു. കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുമ്പോഴും എനിക്ക് ഒരു അത്ഭുതം, അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് എൻ്റെ അച്ഛൻ്റെയൊക്കെ അടുത്ത സുഹൃത്തായിരുന്നു. എനിക്കും ഒലിനയ്ക്കും ഒക്കെ അറിയുന്ന ഞങ്ങളുടെ തറവാട്ട് വീട്ടിൽ അദ്ദേഹം ദീർഘകാലം പല സന്ദർഭങ്ങളിൽ ഒളിവിലിരുന്നിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലൊക്കെ വല്ലാത്ത ഒരു ജൈവബന്ധമുള്ള ഒരാളാണ് ഈ തോപ്പിൽ പാസി എന്ന് പറയുന്ന, എനിക്കൊക്കെ വളരെ, ഞാൻ അച്ഛനെ പോലെ ആദരിച്ചിരുന്നയാൾ. അദ്ദേഹവുമായി നിരന്തരമായി വർത്തമാനം പറയാനും ധാരാളം സമയം അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാനും ഒക്കെ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒളിവിലെ ഓർമ്മയ്ക്ക് ശേഷം എന്ന ആത്മകഥയുടെ 2ാം ഭാഗം എല്ലാ ലക്കവും വായിച്ചു കേൾക്കാൻ, അത് അച്ചടിച്ച് വരുന്നതിന് മുമ്പ് വായിച്ചു കേൾക്കാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ വലിയ അടുപ്പവും നിരന്തരമായി ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തോട് ചോദിക്കേണ്ട ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ചോദിക്കാൻ കഴിയാതെ പോയി എന്നതൊരു ധർമ്മസങ്കടമായി നിൽക്കുകയാണ്. പിൽക്കാലത്ത് അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ എഴുതുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അത് അങ്ങനെ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുന്നത്. ഈ ഗ്രന്ഥാലോകം മാസികയിൽ നിന്നും തോപ്പിൽ പാസിയുടെ ജന്മശതാബ്ദിയുമായി ബന്ധപ്പെട്ട് ഒരു ലേഖനം ആവശ്യപ്പെട്ടു. ഇതുവരെ പാസിയെ കുറിച്ച് ആരും എഴുതാത്തത് എഴുതണം, പറയണം എന്നവർ ആവശ്യപ്പെട്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് പല ചോദ്യങ്ങളും വന്നത്. ഈ തോപ്പിൽ പാസി നിങ്ങളെന്നൊക്കെ മനസ്സിലാക്കുന്ന നാടകത്തിലെ ഈ കഥാപാത്രത്തിന് മാല എന്ന പേര് എന്തുകൊണ്ട് കൊടുത്തു? ഞാൻ അന്വേഷിക്കുകയായിരുന്നു. വള്ളുകുന്നം ഭാഗത്തൊക്കെ അന്വേഷിച്ചപ്പോൾ അവിടെ ഒന്നും മാല എന്ന പേരുള്ള ഒരു പുലയ പെൺകുടിയോ പുലയ സ്ത്രീയോ പഴയ കാലത്ത് ഉണ്ടായിരുന്നില്ല. എവിടുന്നാണ് അപ്പോൾ ഈ മാല എന്ന കഥാപാത്രത്തെ, ഈ പേരെങ്ങനെയാണ് അദ്ദേഹത്തിന് എഴുതിയത്? ഞാൻ ഇങ്ങനെ നിരന്തരമായി അന്വേഷണത്തിൽ ഇങ്ങനെ ഏർപ്പെട്ട് വന്നപ്പോൾ അവിചാരിതമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു
എന്റെ മനസ്സിൽ വന്ന ഒരു തോന്നലാകാം. പക്ഷേ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതായിരിക്കും ശരിയെന്ന്. കാരണം മാല എന്ന ഒരു സ്ത്രീ രത്നം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലുണ്ട്. കേരളത്തിന്റെ സാമൂഹിക ജീവിതം പഠിക്കുന്ന ആളുകൾക്ക് നിർബന്ധമായും ഈ മാല എന്ന സ്ത്രീരത്നത്തെ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടേണ്ടി വരും. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമി തിരുവടികളും അങ്ങനെയുള്ള ഈ നവോത്ഥാന നായകന്മാരോടൊപ്പം നിന്ന ഏറ്റവും ശക്തനായ ഒരാളുണ്ട്. അദ്ദേഹം കീഴാള സ്വത്വം തിരുവേണ്ടി നിൽക്കുമ്പോൾ പോലും അദ്ദേഹം ഈ എല്ലാ സവർണ മേൽക്കോയ്മകളെയും തകർത്തെറിഞ്ഞുകൊണ്ട് തിരുവിതാംകൂർ പ്രമുഖനെ വരെ നിഷ്പ്രഭനാക്കിക്കൊണ്ട് തിരുവിതാംകൂറിലെ രാജവീതിയിലൂടെ തലേക്കെട്ടും കെട്ടി രാജാക്കന്മാരും സവർണ തമ്പുരാക്കന്മാരും സഞ്ചരിക്കുന്ന പോലെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച ഒരാളുണ്ട്. എന്തൊരു ധൈര്യമായിരുന്നു അദ്ദേഹത്തിന്റെ 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭകാലത്ത് അങ്ങനെ ധൈര്യം കാണിച്ച ഒരാൾ പോലും ഒരുപക്ഷെ ഭാരതത്തിൽ ഉണ്ടായിരിക്കുകയില്ല. അദ്ദേഹത്തിന്റെ പേര് മഹാനായ അയ്യങ്കാളി എന്നാണ്. മഹാനായ അയ്യങ്കാളിയെ അങ്ങനെ പ്രാപ്തനാക്കിയെങ്കിൽ അതിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ അമ്മയുടെ പേര് മാല എന്നാണ്. അയ്യങ്കാളി എന്ന് പറയുന്ന ഈ ഒരു നവോത്ഥാന നായകനെ അന്നത്തെ ഈ അടിച്ചമർത്തപ്പെട്ട അവർണന്റെ അഭിമാനത്തെ മുഴുവൻ ആകാശം മുട്ട ഉയർത്തിയ അയ്യങ്കാളിയാക്കി മാറ്റുന്നതിൽ നിശ്ചയമായിട്ടും ആ അമ്മയുടെ പങ്കുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. ഒരു ധീര വനിത, ഒരു മകനെ, ഇത്രമാത്രം ധീരനായ ഒരു മകനെ സൃഷ്ടിച്ചെടുക്കുകയും വളർത്തിയെടുക്കുകയും ആ മകന്റെ മനസ്സിലേക്ക് സ്വാതന്ത്ര്യത്തിൻ്റെതായ ഏറ്റവും ഉന്നതമായ ആശയങ്ങളെ പകർന്നു നൽകുകയും ചെയ്ത ആ അമ്മയുടെ പേരാണ് നിശ്ചയമായിട്ടും തോപ്പിൽ ഭാസിയെ സ്വാധീനിച്ചിട്ടുണ്ടാവുക, ആവേശം കൊള്ളിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെയാവും മാല എന്ന പേര് അദ്ദേഹം എടുത്ത് തന്റെ കഥാപാത്രത്തിന് കൊടുത്തിരിക്കുക എന്ന് ഞാൻ ഇങ്ങനെ വളരെ ആവേശപൂർവ്വം ഓർത്തു പോവുകയാണ്, അല്ലെങ്കിൽ വിശ്വസിച്ചു പോവുകയാണ്. ശരിയേത് എന്ന് നമുക്കറിയില്ല, എങ്കിലും ഇതായിരിക്കാം ശരിയെന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും തോപ്പിൽ ഭാസി എന്ന കലാകാരൻ, എഴുത്തുകാരൻ, രാഷ്ട്രീയക്കാരൻ എന്തൊരു ക്രാന്തദർശിയാണ് എന്ന് ആലോചിക്കുക. അദ്ദേഹം എവിടെ നിന്നാണ് ഈ പേരെടുക്കുന്നത്, ഈ പേര് സ്വീകരിക്കുന്നത്, ആ പേര് എങ്ങനെയാണ് പ്രതിഷ്ഠിക്കുന്നത്, അതും പ്രധാനമാണ്. അയ്യങ്കാളി എന്ന വലിയ വീരനായ പുത്രനെ വളർത്തിക്കൊണ്ടുവന്ന അമ്മയുടെ എല്ലാ ശക്തിവിശേഷങ്ങളെയും കാലത്ത് ഈ തോപ്പിൽ ഭാസിയുടെ നിങ്ങളെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിലെ നായിക മാല പിന്തുടരുന്നുണ്ട്, അല്ലെങ്കിൽ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എന്ന് കൂടി നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ആ നാടകത്തിന്റെ സവിശേഷമായ സൂക്ഷ്മതലങ്ങളെ കുറിച്ച് നിരന്തരമായി നമുക്ക് പറഞ്ഞു പോകാൻ കഴിയും. ഞാൻ അതിൽ നിന്ന് സ്വയം പിന്മാറുകയും ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. നമുക്ക് അദ്ദേഹത്തിന്റെ മറ്റു നാടകങ്ങളിലേക്ക് പോവാം. തോപ്പിൽ ഭാസിയുടെ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട നാടകം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ നാടകം ശ്രദ്ധേയം തന്നെയായിരുന്നു സർവേക്കൽ എന്ന് പറയുന്നത്. സർവേക്കലും ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട നമ്മുടെ ലാൻഡ് റിഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അവിടെ അദ്ദേഹം ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം ഈ കർഷക പ്രസ്ഥാനത്തെ കുറിച്ച് വളരെ ഗൗരവത്തെ ചിന്തിച്ചിരുന്നു. സർവേക്കളിലും അത് വരുന്നുണ്ട്. കർഷക പ്രസ്ഥാനം എന്താണ്, കർഷക പ്രസ്ഥാനം രൂപം കൊള്ളുന്നത് എങ്ങനെയാണ്, അതെങ്ങനെയാണ് സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ പ്രാപ്തമാകുന്നത്, അത് നിങ്ങളെ കമ്മ്യൂണിസ്റ്റാക്കിയിലും ഈ പറയുന്ന സർവേക്കളിലും ഒക്കെ അത് കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കീഴാള നന്മകളാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ നവോത്ഥാനം എന്ന് പറയുമ്പോൾ നവോത്ഥാനത്തിലേക്കുള്ള നന്മകളുടെ എല്ലാം വേരുകൾ അന്വേഷിച്ചാൽ അത് കീഴാള ജീവിതത്തിൽ നിന്നാണ്. കീഴാള ജീവിതത്തിൽ നിന്നാണ് ഈ നന്മകളൊക്കെ കടമെടുക്കുകയും അത് മേലാള നവോത്ഥാനമായി ആവിഷ്കരിക്കുകയുമാണ് രാജ്യമാകെ നടന്നിട്ടുള്ളത്. അങ്ങനെയാണ്. കീഴാള ജീവിതത്തിൽ ഒരിക്കലും വിധവകളെ തള്ളിക്കളയുന്നില്ല, ഒരിക്കലും സതി അനുഷ്ഠിക്കുന്നില്ല. അപ്പോൾ ഈ നന്മകളെല്ലാം ഉള്ളത് കീഴാള ജീവിതത്തിലാണുള്ളത്. ഒരു സ്ത്രീ അവരുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീയെ സ്വീകരിക്കാൻ മറ്റൊരാൾ തയ്യാറാകുന്നു. പക്ഷേ സവർണ സമ്പ്രദായങ്ങളിൽ ഒന്നും വിധവകളെ വിവാഹം കഴിക്കാൻ തയ്യാറാവുകയല്ല, വിധവകളെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാറ്റി ഔട്ട്കാസ്റ്റ് ആക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ നവോത്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതീയ നവോത്ഥാനത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും കീഴാള നവോത്ഥാനത്തിന് നന്മകളെ ഏറ്റെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്ന് നമുക്ക് കാണാനാവും. അപ്പോൾ ഇത് തന്നെയാണ് തോപ്പിൽ ഭാസിയുടെ നാടകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോൾ കീഴാള നന്മകളെ ഏറ്റെടുക്കുകയും അതിന്റെ ഒരു മുന്നേറ്റത്തെ ആവിഷ്കരിക്കുകയും ചെയ്യുന്നു എന്നത്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു നാടകം അദ്ദേഹത്തിന് നമുക്ക് കാണേണ്ടതുള്ളത് അത് രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ തോപ്പിൽ ഭാസി ഇടപെടുന്നതാണ്. ഈ പഞ്ചവത്സര പദ്ധതി ഒക്കെ ഇന്ത്യയിൽ നടപ്പിലാക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനം അത് എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ പലരും പറയുന്നത് ജവഹർലാൽ നെഹ്റു നടപ്പിലാക്കിയല്ല. പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന ഈ ഒരു പ്ലാനിങ്ങിനെ കുറിച്ച് ആദ്യമായി ലോകത്തെ ജനങ്ങളോട് പറയുന്നത് റഷ്യയാണ്, സോവിയറ്റ് യൂണിയനാണ്. ലെനിന്റെ കാലഘട്ടത്തിലാണ് അത് ഉണ്ടായത്. അപ്പോൾ സോവിയറ്റ് യൂണിയൻ രൂപം കൊണ്ട് കഴിഞ്ഞപ്പോൾ അവിടെയാണ്
ഈ പ്ലാനിങ്ങിനെ കുറിച്ച് വരുന്ന 5 വർഷത്തെ എങ്ങനെയായിരിക്കണം ഈ രാജ്യം മുന്നോട്ട് പോകേണ്ടത്, രാജ്യത്തിന്റെ പ്ലാനിങ്ങിനെ കുറിച്ചുള്ള സങ്കല്പം, ആദ്യമായിട്ട് പരിസ്ഥിതിക്ക് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകുന്നത്, അതെല്ലാം റഷ്യയിലാണ് ഉണ്ടാകുന്നത്. സോവിയറ്റ് യൂണിയന്റെ ആ ഒരു പാത കൊണ്ടാണ് ഇന്ത്യയിലും പഞ്ചവത്സര പദ്ധതി എന്ന കാര്യം ശ്രദ്ധിക്കുന്നത്. ഈ ജവഹർലാൽ നെഹ്റു ഒരു സോഷ്യലിസ്റ്റ് ആദർശത്തോട് ആഭിമുഖ്യമുള്ള ആൾ കൂടിയായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയാണ് പഞ്ചവത്സര പദ്ധതി ഉണ്ടാകുന്നത്. അപ്പോൾ പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായുള്ള പദ്ധതികൾ, വികസനങ്ങൾ, വ്യാവസായിക വികസനം, വ്യാവസായിക മുന്നേറ്റം, ഇതൊക്കെ സംഭവിക്കുമ്പോഴാണ് അതിനെ പിൻപറ്റിക്കൊണ്ടാണ് തോപ്പിൽ ഭാസി ഒരു ശ്രദ്ധേയമായ നാടകം എഴുതുന്നത്. അതാണ് പുതിയ ആകാശം പുതിയ ഭൂമി എന്ന നാടകം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ കാർഷിക ബന്ധത്തെ കുറിച്ചും കർഷകരെ കുറിച്ചും അത്തരം വിഷയങ്ങളിൽ നിന്ന് മാറി തൊഴിലാളി വർഗത്തിന്റെ വിഷയങ്ങളിലേക്ക് അദ്ദേഹം എത്തുകയാണ്. ഒരു പുതിയ ഡാം ഉണ്ടാകുന്നു, ആ ഡാമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ആ ഡാമിന്റെ ഒരു വളരെ നന്മയുള്ള ഒരു എഞ്ചിനീയർ, മഹാകൊള്ളക്കാരനും കൈക്കൂലിക്കാരനുമായ ഒരു എഞ്ചിനീയർ, ഇവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്, അതേ സമയത്ത് തന്നെ ഈ ഡാം മൂലം ഉണ്ടാകുന്ന പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ, ഇത്തരം വിഷയങ്ങളെല്ലാം ചേർത്തുകൊണ്ടാണ് ഈ നാടകം വരുന്നത്. ഈ നാടകമാണ് ദില്ലിയിൽ വെച്ച് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ നേരിട്ട് കാണുകയും ഈ നാടകത്തിനെയും നാടക പ്രവർത്തകരെയും KPECയും ഒക്കെ അദ്ദേഹം മുക്തകണ്ഠം പ്രശംസിക്കുകയും ചെയ്യുന്നത് ഈ നാടകം കണ്ടപ്പോഴാണ്. എന്നാൽ ഈ നാടകം എഴുതുന്നതിന് പിന്നിലൊരു വളരെ സവിശേഷമായ സംഭവമുണ്ട്. ഇന്ത്യൻ പീപ്പിൾ തിയേറ്റർ അസോസിയേഷൻ എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിലെ കലാകാരന്മാർ തെരുവിലിറങ്ങുകയും ബൽറായ് സാഹിനി, KA അബ്ബാസ് തുടങ്ങിയ കലാകാരന്മാർ, ഇന്ത്യയിലെ മുഴുവൻ കലാകാരന്മാരെയും ഒരുമിപ്പിച്ചുകൊണ്ട് 1942 ഈ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. സ്വാതന്ത്ര്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഈ കലാകാരന്മാർ തെരുവിലിറങ്ങുകയാണ്. ഇന്ത്യൻ പീപ്പിൾ തിയേറ്റർ അസോസിയേഷൻ ഇഫ്റ്റയുടെ ഭാഗമായി KPECയും ഈ നാടകം അവതരിപ്പിക്കാൻ വേണ്ടി കേരളത്തിന് പുറത്തു പോയി. അവിടെ വെച്ചിട്ടാണ് ബൽറായ് സാഹിനി അദ്ദേഹം ഈ KPECയുടെ നാടകങ്ങളെ കുറിച്ചൊക്കെ വർത്തമാനം പറയുക, അഭിപ്രായം പറയുക. അങ്ങനെ ബൽറായ് സാഹിനി കേരളത്തിലേക്ക് എത്തുന്നു. സാഹിനിയെ പല സ്ഥലങ്ങളിൽ കൊണ്ട് കാണിച്ച കൂട്ടത്തിൽ അദ്ദേഹത്തെ ഈ ഡാം സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ പേപ്പാറ ഡാമിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു. അപ്പൊ അങ്ങനെ പോകുമ്പോൾ അവിടെ വെച്ച് ഡാം സൈറ്റിൽ ചെല്ലുമ്പോൾ അവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം, തിരുവിതാംകൂറിലെ ഒരു പ്രധാനപ്പെട്ട ഡാമിലേക്കാണ്, പേച്ചുപാറ ഡാമിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. അപ്പൊ അവിടെ എത്തുമ്പോൾ ഈ ഡാമില് ചിലപ്പോൾ ഡാം കെട്ടുന്നതിനും ഇതിന്റെ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരുന്ന വളരെ ത്യാഗധനനായ ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് മെൻചിൻ എന്നാണ്, അലക്സാണ്ടർ മെൻചിൻ. ഈ മെൻചിൻ ഡാം സൈറ്റിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് മലമ്പനി ഉണ്ടാകുന്നു. മലമ്പനി ബാധിച്ച് മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന ഘട്ടത്തിലും അദ്ദേഹം ആ ഡാം സൈറ്റിൽ നിന്ന് പോകാൻ തയ്യാറാവുന്നില്ല. ഡാമിന്റെ പണി പൂർത്തിയാക്കി, അതിന്റെ എക്സിക്യൂഷൻ പൂർത്തിയാക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് തന്നെ അദ്ദേഹം മലമ്പനി ബാധിച്ചിട്ടും അദ്ദേഹം ആ പണിയിൽ ഏർപ്പെടുത്തുകയും പണി പൂർത്തിയാക്കുകയും ചെയ്യുന്നു. മരണാസന്നനായി കിടക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ വിദേശത്തേക്ക് കൊണ്ടുപോകേണ്ടതില്ല. അദ്ദേഹം ബ്രിട്ടീഷുകാരനാണ്. എന്നെ വിദേശത്തേക്ക് കൊണ്ടുപോകേണ്ടതില്ല, എന്നെ ഇവിടെ തന്നെ ഈ ഡാം സൈറ്റിൽ തന്നെ അടക്കേണ്ടതാണ്. ഡാം സൈറ്റിൽ പലപ്പോഴും നിരവധിയായിട്ടുള്ള തൊഴിലാളികൾ ഡാമിന്റെ പ്രവർത്തനത്തിനിടയിൽ മരണപ്പെടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ മരണപ്പെട്ട തൊഴിലാളികളുടെ അടക്കിയിരിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെ ഈ അലക്സാണ്ടർ മെൻചിനെയും അടക്കിയിരിക്കുന്നു. ആ ശവക്കല്ലറുടെ ഭാഗത്ത് ആരോ ഒരു പഴയ ഒരു അശോകമരം നട്ടുപിടിപ്പിച്ചു. അതിൽ നിന്ന് പൂക്കൾ ഇങ്ങനെ അതിലേക്ക് വീണ് കിടക്കുന്നു. അപ്പൊ അതിനു മുന്നിൽ ഈ തോപ്പിൽ ഭാസി നിറകണ്ണുകളോടെ നിൽക്കുകയാണ്. ഒരു ത്യാഗധനനായ യുവാവായ എഞ്ചിനീയർ ഈ ഒരു ഡാം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നിലകൊള്ളുകയും അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഇവിടുത്തെ സമർപ്പിക്കുകയും ചെയ്തതിന്റെ ആ ഓർമ്മ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകുന്നു. അദ്ദേഹത്തിന്റെ ഈ നാടകം അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത് ഈ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത വിദേശിയായ ത്യാഗധനനായ ഈ യുവ എഞ്ചിനീയർക്കാണ് ഈ നാടകം അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഈ പുതിയ ആകാശം പുതിയ ഭൂമി എന്ന നാടകം ഉണ്ടാകുന്നത്. അപ്പൊ നോക്കുക, ഒരു നാടകം രൂപപ്പെടുന്നതിൽ ആ നാടകം രൂപപ്പെടുന്നതിന് പിന്നിലുള്ള നിരവധി സന്ദർഭങ്ങൾക്കൊപ്പം തന്നെ ചില നന്മകളുടേതായ ചില നിമിഷങ്ങൾ സംജാതമാക്കുകയാണ്. ആ നാടകത്തിലെ ഏറ്റവും നല്ലവനായ എഞ്ചിനീയർ യഥാർത്ഥത്തിൽ ഈ അലക്സാണ്ടർ മെൻചിന്റെ പ്രതിരൂപമാണ് എന്ന് നമുക്ക് പറയാം. വിദേശിയായല്ല, ഇവിടെ തന്നെ ഉള്ള എഞ്ചിനീയറാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിതത്തെയാണ് ഇദ്ദേഹം ഇവിടെ ആവിഷ്കരിക്കുന്നത്. അപ്പോൾ ഈ രാഷ്ട്ര പുനർനിർമ്മാണത്തിനുമായി ഒരു നാടകം എഴുതുകയും അത് ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കുകയും ചെയ്യുക എന്ന ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ഇടപെടൽ അദ്ദേഹം നടത്തുകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് രാഷ്ട്ര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു നാടകം ഉണ്ടാകുന്നത്. അതാണ് ഈ അദ്ദേഹത്തിന്റെ ഈ നാടകം.
പിന്നെ ഒരു നാടകം അദ്ദേഹത്തിന്റെ എടുത്തു പറയേണ്ട ഒരു നാടകം, അദ്ദേഹം ആരോഗ്യരംഗത്തെ ആരോഗ്യ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഇന്ത്യയിലെ മറ്റൊരു നാടകകൃത്തും അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഒരുപക്ഷെ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭാഷകൾ ഉണ്ടാകുന്ന ആദ്യത്തെ നോവൽ എന്ന് പറയുന്നത് നമുക്കറിയുന്ന പോലെ ആരോഗ്യ നികേതനാണ്. ആരോഗ്യ നികേതനം എന്ന് പറയുന്ന ആ കൃതി നോവൽ രൂപത്തിലാണ് വന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ആധുനിക കാലഘട്ടത്തിൽ അത് കുറച്ചുകൂടി പഴയ ഒരു ജീവിതമാണ്. ഈ നാഡി ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞു വയ്ക്കുന്നത്. അതിലെ നായകനായ കഥാപാത്രമൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ വലിയ വലിയ ബിംബമായി നിൽക്കുകയാണ്. എന്നാൽ ഈ നാടകം വരുമ്പോഴത്തേക്ക് ആധുനിക കാലഘട്ടത്തിൽ പോലും തെരുവിലൂടെ നടന്നു പോകുന്ന കുഷ്ഠരോഗികളെ പോലീസുകാർ ഓടിച്ചിട്ട് വേട്ടയാടി പിടിച്ച് പ്രത്യേക വണ്ടിയിൽ കയറ്റി അവർക്ക് മാത്രം താമസിക്കാനുള്ള അസൈലത്തിൽ കൊണ്ട് തല്ലുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അത്തരം ഒരു അവസ്ഥയെയാണ് തോബിൽ ഫാസി അഭിസംബോധന ചെയ്യുന്നത്. രോഗം ഒരു കുറ്റമാണോ എന്ന ചോദ്യം അസംബ്ലിയിൽ ഉയർത്തുകയാണ്. ഫാസി അപ്പോഴത്തേക്ക് നിയമസഭാ സാമാജികനായി മാറിയിരുന്നു. അങ്ങനെ അദ്ദേഹം അസംബ്ലിയിൽ ചോദിക്കുകയാണത്, രോഗം ഒരു കുറ്റമാണോ എന്ന ഉത്കൃഷ്ടമായ ഒരു ചോദ്യം, വളരെ 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 ഗൗരവതരമായ ഒരു ചോദ്യം അദ്ദേഹം അസംബ്ലിയിൽ ഉന്നയിക്കുന്നു. ഈ നാടകത്തിലും അത് ഉന്നയിക്കുന്നുണ്ട്. സരോജം എന്ന കഥാപാത്രം ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, രോഗം ഒരു കുറ്റമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. കുഷ്ഠരോഗം ബാധിച്ച ഒരു കഥാപാത്രത്തെ ആണ് അദ്ദേഹം അതിൽ ആവിഷ്കരിക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് കാർത്തികേയൻ എന്ന് പറയുന്ന ആൾ തെക്കും ഭാഗത്തുകാരനാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനോ കമ്മ്യൂണിസ്റ്റ് അംഗവുമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് കുഷ്ഠരോഗം ബാധിച്ചു. അപ്പൊ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി ഈ ലെപ്രസി സാനിറ്റോറിയത്തിൽ ഫാസി പോവുകയാണ്. അവിടെ പോകുമ്പോഴാണ് ഈ പലതരത്തിലുള്ള അവിടുത്തെ ഒരു ജീവിതം, അവിടെ പല ആളുകളുടെയും കർമ്മസങ്കടങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവര് വന്നപ്പോൾ ഇവരെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് കുഷ്ഠരോഗിയായിരുന്നു, രോഗമൊക്കെ മാറി, പക്ഷെ ബന്ധുക്കൾ സ്വീകരിക്കാൻ തയ്യാറല്ല. കാരണം രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ പൂർണ്ണമായും ആ കുടുംബത്തിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന ഒരു അവസ്ഥ അന്ന് നിലവിലിരുന്നു. അപ്പോൾ കുഷ്ഠരോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു രോഗമാണ് എന്ന് ശാസ്ത്രം പറയുമ്പോഴും സമൂഹം അത് അംഗീകരിക്കുമായിരുന്നില്ല. അത്തരത്തിലുള്ള ഏറ്റവും മോശപ്പെട്ട ഒരു രോഗത്തെക്കുറിച്ചുള്ള ഏറ്റവും തെറ്റായ ധാരണകൾ വെച്ച് പുലർത്തിയിരുന്ന ഒരു സമൂഹത്തെ തിരുത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഈ നാടകം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്, അശ്വമേധം എന്ന നാടകം മുന്നോട്ട് വയ്ക്കുന്നത്. അശ്വമേധം എന്ന നാടകത്തിലൂടെ ഒരുപക്ഷെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ആദ്യമായിട്ട് ഈ ആരോഗ്യ വിദ്യാഭ്യാസത്തെ ഇത്ര ശാസ്ത്രീയമായി ഇത്ര ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിഞ്ഞ ഒരു കലാരൂപം വേറെയില്ല എന്ന് പറയേണ്ടി വരും. അശ്വമേധം എന്ന നാടകത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം അതാണ്. അശ്വമേധത്തിന്റെ രണ്ടാം ഭാഗം എന്ന തരത്തിലാണ് പിന്നീട് ശരശയ്യ ഉണ്ടാകുന്നത്. ഇതിനിടയിൽ വന്നൊരു പ്രധാനപ്പെട്ട നാടകമാണ് മൂലധനം എന്ന നാടകം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ശൂരനാട് സംഭവത്തെയാണ് മൂലധനം ആവിഷ്കരിക്കുന്നത്. ആ നാടക ഗ്രന്ഥം അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത് ശൂരനാട്ടെ കുന്താലി പണി ചെയ്യുന്ന കർഷക തൊഴിലാളികൾക്കാണ് ആ ഗ്രന്ഥം അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത്. നോക്കുക, ഒരു നാടകകൃത്ത് സാഹിത്യമെന്ന ഉന്നതമായ ഒരു ആവിഷ്കാരത്തെ നാട്ടിൻപുറത്തെ അക്ഷരജ്ഞാനമില്ലാത്ത നിരക്ഷര കുച്ചികളായ വെറും കുന്താലിപ്പണിക്കാരായ തൊഴിലാളികളുടെ മുന്നിൽ അദ്ദേഹം അത് സമർപ്പിക്കുകയാണ്. അങ്ങനെയാണ് ആ നാടകം അദ്ദേഹം ഗ്രന്ഥരൂപത്തിൽ ഇറക്കിയപ്പോൾ അങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മൂലധനം നാടകം അവരെങ്കിലും അവതരിപ്പിക്കുമ്പോഴും തോബിൽ ഫാസിയുടെ ഈ ആമുഖം അവിടെ അദ്ദേഹത്തിന്റെ ഈ സമർപ്പണം അവിടെ പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ തന്നെ ഇപ്പോഴും കേൾക്കാറുണ്ട് എന്നതാണ് സത്യം. അപ്പോൾ ഈ തരത്തിൽ അദ്ദേഹത്തിന്റെ കൃതികളുടെ പ്രത്യേകത. അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നിയമവ്യവസ്ഥയിലെ കയറ്റിറക്കങ്ങൾ. അത് വളരെ പ്രധാനമാണ്. നിയമം എന്ന് പറയുന്നത് ഉണ്ട് നമുക്ക്, പക്ഷേ നിയമം ഈ വെറും ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് നിയമവ്യവസ്ഥയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാറില്ല എന്നതാണ് സത്യം. വളരെ സമ്പന്നരായ ആളുകൾ പണം ധാരാളമായി മുടക്കി വലിയ വക്കീലന്മാരെ കൊണ്ടുവന്ന് കേസ് നടത്തി ഒക്കെ പോകുമ്പോൾ പാവപ്പെട്ടവന്റെ നീതിയാണ് കശക്കി എറിയപ്പെടുന്നത്. നിരപരാധികൾ പലരും ശിക്ഷിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടാകും. അപ്പോൾ വ്യവസ്ഥയിലെ ഈ സന്തുലിതാവസ്ഥ എങ്ങനെ കാത്തു സൂക്ഷിക്കാൻ കഴിയും എന്നതിനെ കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കുന്ന ഒരു നാടകകൃത്തിനെ തോബിൽ ഫാസിയിൽ നമ്മൾ കാണുകയാണ്. അതിനു മുൻപ് ഒരിക്കൽ പോലും നിയമവ്യവസ്ഥയെക്കുറിച്ച് ഒരു നാടകം മലയാളത്തിൽ ഉണ്ടാകുന്നില്ല. അങ്ങനെ ഉണ്ടായ നാടകമാണ് തുലാഭാരം എന്ന നാടകം. തുലാഭാരം എന്ന നാടകത്തിന് ഈ പേരിടുന്നതിനെ കുറിച്ച് തന്നെ വളരെ രസകരമായ ഒരു സംഭവമുണ്ട്. കാരണം KPSC നാടകങ്ങൾക്കെല്ലാം പേരിടുന്നത് നാടകകൃത്തുക്കളല്ല. നാടകകൃത്തുക്കൾ നാടകത്തിന് ചില പേരുകൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. മിക്കപ്പോഴും കമ്മിറ്റി കൂടിയിട്ട് അതിനകത്ത് ഡയറക്റ്റ് ബോർഡംഗങ്ങളാണ് ആ നാടകത്തിന് പേരിടുന്നതിന് വേണ്ടി നിർദ്ദേശിക്കാറുള്ളത്.
അന്നൊരിക്കൽ അവിടെ നാടകത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തുലാഭാരം എന്ന നാടകം മാത്രം വായിച്ചു, പേരിട്ടിരുന്നില്ല. അപ്പോഴാണ് അതിൽ നിന്നൊരു സജഷൻ ഉണ്ടാകുന്നത്, കള്ളത്രാസ് എന്നൊരു സജഷൻ ഉണ്ടാകുന്നു. കള്ളത്രാസ് എന്ന സജഷൻ ഉണ്ടാകുമ്പോൾ പുറത്തിരുന്നുകൊണ്ട് ആ കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ഒരാൾ പുറത്തിരുന്നുകൊണ്ട് പറഞ്ഞു, അതൊട്ടും ശരിയാകുന്നില്ല, അതിന് പകരം മറ്റൊരു പേര് ചേർക്കുന്നതായിരിക്കും നല്ലത്, തുലാഭാരം എന്ന പേര് ചേർക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് തുലാഭാരം എന്ന പേര് വന്നത്. ഈ പുറത്തിരുന്നത് പറഞ്ഞയാൾ നേരത്തെ ഞാൻ ഒന്ന് രണ്ട് തവണ പരാമർശിച്ച ശ്രീ KPSC കേശവൻകുട്ടി സാറാണ്. കേശവൻകുട്ടി സാർ അങ്ങനെയാണ്, ഈ പുറത്ത് നിന്നുകൊണ്ട് എല്ലാത്തിനെയും സഹായിക്കുകയും ഒരിക്കലും മുന്നിൽ വന്ന് നിൽക്കാതിരിക്കുകയും മുന്നിൽ വന്ന് ഇതിന്റെ എല്ലാം ചാമ്പ്യൻ താനാണെന്ന് പറയാതിരിക്കുകയും ചെയ്യുന്ന ഒരു അസാധാരണ ജനുസിൽപ്പെട്ട ആളായിരുന്നു കേശവൻകുട്ടി സാർ. അദ്ദേഹമാണ് ഇങ്ങനെ ഇത് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ അദ്ദേഹം വളരെ ഈ ഓരോ നാടകങ്ങൾക്ക് പിന്നിലും ഒരു വലിയ കഥയുണ്ട്. അത് പ്രത്യേകം തന്നെ പറയേണ്ടി വരും. അങ്ങനെ തുലാഭാരം എന്ന നാടകം ഉണ്ടാകുന്നു. പിന്നെ ഇത് കഴിയുമ്പോഴാണ് തോപ്പിൽ ഫാസി എന്ന് പറയുന്ന ഈ തൊഴിലാളി നേതാവ്, ഈ രാഷ്ട്രീയ നേതാവ്, കമ്മ്യൂണിസ്റ്റുകാരൻ സ്വയം വിമർശനപരമായി ചില നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. അതാണ് അദ്ദേഹം എഴുതിയ സൂക്ഷിക്കുക, ഇടതുവശം പോവുക എന്ന നാടകം. അതുപോലെ കയ്യും തലയും പുറത്തിടരുത് എന്ന നാടകം. ഇതൊക്കെ തൊഴിലാളി പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ ലക്ഷ്യത്തിലേക്ക് അവർ കൃത്യമായി എത്തുന്നുണ്ടോ, അവരവരുടെ തൊഴിലാളിയുടെ ഒരു സംശുദ്ധത കാത്തു സൂക്ഷിക്കുന്നുണ്ടോ, ഇത്തരം ചോദ്യങ്ങൾ സ്വയം വിമർശനപരമായി ഉയർത്തുന്ന നാടകങ്ങളാണ് ഇത്. അപ്പോ തോപ്പിൽ ഫാസി പുറത്തേക്ക് നോക്കുക മാത്രമല്ല അകത്തേക്ക് നോക്കുക കൂടി ചെയ്യുന്നുണ്ട് എന്നതിന് ദൃഷ്ടാന്തമാണ് ഈ രണ്ട് നാടകങ്ങൾ, കയ്യും തലയും പുറത്തിടരുത്, സൂക്ഷിക്കുക, ഇടതുവശം പോവുക എന്നീ നാടകങ്ങൾ. എന്നാൽ ഇതൊക്കെ കഴിയുമ്പോൾ തോപ്പിൽ ഫാസി മറ്റൊരു ലോകത്തേക്ക് പോകുന്നതാണ്. അദ്ദേഹത്തിന്റെ ഈ കാലം അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കുകയാണ്. നമ്മളിന്ന് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, മിത്തുകളെല്ലാം യാഥാർത്ഥ്യമാണ് എന്ന് ധരിക്കുകയും മിത്തുകളെയെല്ലാം യാഥാർത്ഥ്യവൽക്കരിക്കുകയും അതെല്ലാമാണ് ജീവിതമെന്നും അതെല്ലാമാണ് ചരിത്രമെന്നും സ്ഥാപിക്കുകയും ചെയ്യുന്ന വളരെ അപകടകരമായ ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇത് തുടങ്ങുന്ന സമയത്താണ് അദ്ദേഹം ഈ തോപ്പിൽ ഫാസി 80കളിലാണ്, 85 കാലത്തൊക്കെയാണ് അത് തുടങ്ങുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം അതിഗംഭീരമായി ഈ പഴയ കാലത്തേക്ക് തിരിച്ചു പോകുന്നു, പഴയ കാലത്തെ പുനഃസൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അത് വളരെ സത്യസന്ധമായും ശാസ്ത്രീയമായും ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. അദ്ദേഹം പുരാണത്തിലേക്ക് പോകുന്നു. പുരാണത്തിലും അദ്ദേഹം പാഞ്ചാലി എന്ന നാടകത്തെ, പാഞ്ചാലിയുടെ ജീവിതത്തെ അദ്ദേഹം ആധുനിക കാലഘട്ടത്തിന്റെ സങ്കല്പങ്ങൾക്ക് നിരക്കുന്ന വിധം അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. പാഞ്ചാലി അതുപോലെ തന്നെ അദ്ദേഹം ചെയ്തു. കാളിദാസന്റെ ശാകുന്തളത്തിൽ നിന്നും ശാകുന്തളം എന്ന നാടകം അദ്ദേഹം എടുക്കുന്നു. അപ്പം ഈ പുരാണ കൃതികളെ അദ്ദേഹം നവീനമായ കാഴ്ചപ്പാടോടുകൂടി ശാസ്ത്രീയമായ സങ്കല്പത്തോടുകൂടി കാണുകയും സമീപിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുകയാണ് നാടക രൂപത്തിൽ. മാത്രമല്ല അദ്ദേഹം സംസ്കൃതത്തിൽ നിന്ന് നാടകം മലയാളത്തിലേക്ക് കൊണ്ടുവരികയുണ്ടായി. സംസ്കൃതം സ്വാഭാവികമായിട്ടും നമ്മൾ സംസ്കൃതത്തിൽ നിന്ന് നാടകം മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോൾ സംസ്കൃതം ചെറിയ 3-ാം വയസ്സ് മുതൽ പഠിച്ചിരുന്ന ഒരാളെന്ന തരത്തിൽ അദ്ദേഹത്തിന് മുന്നിലേക്ക് വരാൻ സാധ്യതയുള്ള ഭാസനും കാളിദാസനും ഒക്കെ ആയിരിക്കുമല്ലോ. പക്ഷെ അദ്ദേഹം തിരഞ്ഞെടുത്തത് സംസ്കൃതത്തിൽ ഒരു പൂർണ്ണമായൊരു നാടകം മലയാളത്തിലേക്ക് എടുക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ അദ്ദേഹം എടുത്തത് അടിമയുടെ ജീവിതം പറയുന്ന ഒരു നാടകമാണ്. അതാണ് മൃച്ഛകടികം എന്ന നാടകം. മൃച്ഛകടികം എന്ന നാടകത്തിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് അടിമയുടെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. സാധാരണ പാവപ്പെട്ട തൊഴിലാളിയുടെ, അന്നത്തെ തൊഴിലാളി എന്ന പേരില്ലെങ്കിൽ പോലും അയാൾ പണിയെടുക്കുന്നവന്റെ അടിമയായി നിൽക്കുന്നവന്റെ അടികൊള്ളുന്നവന്റെ ജീവിതത്തെയാണ് അദ്ദേഹം ആവിഷ്കരിച്ചത്. മൃച്ഛകടികത്തിലൂടെ അദ്ദേഹം കൊണ്ടുവന്നത് അങ്ങനെയാണ്. അപ്പൊ ഒരു സംസ്കൃതത്തിൽ ഒരു നാടകം എടുക്കണമെന്ന് നിശ്ചയിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ ഈ പുരോഗമന പക്ഷവും ഹ്യൂമനിസവും ജനപക്ഷവും ഒക്കെ അതിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ ആ തരത്തിലൊരു നാടകത്തെ സംസ്കൃതം എടുക്കാൻ തീരുമാനിക്കുമ്പോൾ പോലും മൃച്ഛകടികത്തിലേക്ക് എത്തുന്ന തോപ്പിൽ ഫാസി പൂർണ്ണമായും സാമൂഹികമായ ലക്ഷ്യം, രാഷ്ട്രീയമായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എപ്പോഴും തന്റെ കലാസൃഷ്ടികളെയും തന്റെ സാഹിത്യ പ്രവർത്തനത്തെയും കലാപ്രവർത്തനത്തെയും കണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അവസാനം അദ്ദേഹം സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ഒരു എഴുത്തുകാരനായിരുന്നു. സ്ത്രീപക്ഷത്തെ വേണ്ടി വാദിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം വിമൻസ് ലിബറേഷന്റെ പുരോഗമന കാഴ്ചപ്പാടോടുകൂടി സ്ത്രീ വിമോചനത്തെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന്റെ രജനി എന്ന നാടകം അത് പൂർണ്ണമായും പ്രഖ്യാപിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വളരെ പ്രഖ്യാതമായ നാടകമാണ് രജനി എന്ന നാടകം. പിന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതം, ഒളിവിലിരുന്ന ജീവിതം, ഒളിവ് ജീവിതത്തെക്കുറിച്ച് മലയാളികൾ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള ആത്മകഥ ഏതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഒന്ന് തന്നെയാണ്. അത് ഒളിവിലെ ഓർമ്മകൾ എന്ന ആത്മകഥയാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ വായിച്ചിട്ടുള്ളത്. ഇപ്പോഴും വായിക്കുകയാണ്. ഈ പ്രഭാത് ബുക്ക് ഹൗസ് എല്ലാ വർഷവും 2 എഡിഷനാണ് ഓരോ വർഷവും അത് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എത്ര കോപ്പികൾ വിറ്റഴിച്ചു, എത്ര കോപ്പികൾ ആളുകൾ വായിച്ചു എന്നൊന്നും നമുക്ക് ഇപ്പോഴും കണക്കില്ലാത്ത തരത്തിൽ ഒളിവിലെ ഓർമ്മകൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൗതുകകരമായ കാര്യം, ഒരു യുവാവിന്റെ 5 വർഷക്കാലത്തെ ജീവിതം മാത്രമാണ് ഒളിവിലെ ഓർമ്മകൾ. അതൊരു ദീർഘമായ കാലഘട്ടത്തിന്റെ ജീവിതമല്ല.
വെറും 5 വർഷക്കാലം ഒരു യുവാവിന്റെ ജീവിതമാണ് രേഖപ്പെടുത്തുന്നത്. അത് 35ാമത്തെ വയസ്സിലാണ് ഭാസി ആ കൃതി എഴുതുന്നത്. അപ്പോൾ 5 വർഷക്കാലത്തെ ജീവിതത്തെ ആവിഷ്കരിച്ചുകൊണ്ട് എഴുതിയ ഈ കൃതി എന്തുകൊണ്ടാണ് ഇത്രമാത്രം പോപ്പുലർ ആയത്? പിൽക്കാലത്ത് ഈ ഒളിവിലെ ഓർമ്മകൾ എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയെ അദ്ദേഹം നാടകമായി അവതരിപ്പിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ടും അവസാനമായിട്ടുമാണ് ഒരു നാടകകൃത്ത് അദ്ദേഹത്തിന്റെ യൗവനകാലത്തെ ജീവിതത്തെ രേഖപ്പെടുത്തിയ ആത്മകഥയെ പിൽക്കാലത്ത് നാടകമാക്കി അദ്ദേഹം അവതരിപ്പിക്കുക അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത് അവതരിപ്പിക്കുക എന്ന പ്രക്രിയ സംഭവിക്കുന്നത് തോപ്പിൽ ഭാസിയുടെ കാര്യത്തിൽ മാത്രമാണ്. തോപ്പിൽ ഭാസി ഈ നാടകം അവതരിപ്പിച്ചപ്പോൾ അരങ്ങിൽ തോപ്പിൽ ഭാസി ഇല്ല, എവിടെയും കാണുന്നില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ അദ്ദേഹത്തെ പിന്നീട് കാണുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, ഈ ഒളിവിലെ ഓർമ്മകൾ എന്തുകൊണ്ടാണ് ഒളിവിലെ ഓർമ്മകൾ വായിക്കുമ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ ഭാസിയാണ് നിൽക്കുന്നത്, പക്ഷെ അരങ്ങിൽ വന്നപ്പോൾ ഭാസി ഇല്ലാത്ത എന്തുകൊണ്ടാണ്? അപ്പൊ അദ്ദേഹം ചോദിക്കുന്ന ഒരു മറുചോദ്യമുണ്ട്. കാരണം അവിടെയാണ് ഒരു കലാകാരന്റെ ഔന്നത്യം പറയുന്നത്. അപ്പൊ അദ്ദേഹം ചോദിക്കുന്നത്, നീ എന്താണ് കരുതിയത്? തോപ്പിൽ ഭാസി ഒളിവിലാണ്, ഒളിവിലിരിക്കുന്ന തോപ്പിൽ ഭാസിയുടെ ഓർമ്മകളാണത്. അപ്പൊ അരങ്ങിൽ എങ്ങനെയാണ് ഞാൻ വരുന്നത്? എത്ര യുക്തിഭദ്രമായിട്ടാണ് അദ്ദേഹം ഈ അരങ്ങിനെ കുറിച്ച് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. രേഖപ്പെടുത്തും എഴുതുമ്പോൾ ഒളിവിലെ ഓർമ്മകളിൽ ഒളിവിൽ ഇരുന്നുകൊണ്ട് ഭാസിക്ക് അത് എഴുതി പോവാം. പക്ഷെ അരങ്ങിലേക്ക് എത്തുമ്പോൾ ഭാസി ഒരിക്കലും തെളിവിൽ വരാൻ പാടില്ല, ഒളിവിൽ തന്നെ ആയിരിക്കണം. ആ നാടകത്തിന്റെ ഇന്റർവ്യൂവിന് തൊട്ട് മുമ്പ് ഒരു ഘട്ടത്തിൽ അരങ്ങിൽ മുഴുവൻ ഇരുട്ടായിരിക്കുമ്പോൾ ഒരു പൊക്കം കുറഞ്ഞ ആൾ ഒരു ബീഡി വലിച്ചുകൊണ്ട് കടന്നു പോകുന്നു. ആ ബീഡിയുടെ 2 തവണത്തെ മിന്നലിലൂടെയാണ്, ബീഡി വലിക്കുമ്പോൾ ഒന്ന് മിന്നുമല്ലോ, അത്തരം 2 മിന്നലിലൂടെയാണ് തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ എന്ന നാടകത്തിൽ ഭാസി കടന്നു വരുന്നത്. അവിടെ മാത്രമാണ്, ഒളിവിലാണ്. തുടക്കം മുതൽ അവസാനം വരെ മറ്റുള്ളവരിലൂടെയാണ് ഭാസിയുടെ ജീവിതം അവിടെ പറഞ്ഞു വെക്കുന്നത്. അരങ്ങിലും ഭാസി ഒരു വിസ്മയമായിരുന്നു. സംവിധായകൻ എന്ന തരത്തിൽ, നാടക രചയിതാവ് എന്ന തരത്തിൽ അദ്ദേഹം വിസ്മയമായിരുന്നു എന്ന് ഈ നാടകത്തിലൂടെ നമുക്കത് ബോധ്യമാവുകയാണ്. തോപ്പിൽ ഭാസിയുടെ ഈ തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന തരത്തിൽ, പൊതുജീവിതത്തിലെ മൂല്യബോധത്തെ കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തി എന്ന തരത്തിൽ, സ്ത്രീപക്ഷ നിലപാടിന്റെ കാര്യത്തിൽ, ഈ കർഷക പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ, കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ, കീഴാള നന്മകളെ ഉയർത്തിക്കാട്ടുന്ന കാര്യത്തിൽ, രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ, ആരോഗ്യ വിദ്യാഭ്യാസം നൽകുന്ന കാര്യത്തിൽ, തൊഴിലാളി മുന്നേറ്റത്തെ രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ, നിയമവ്യവസ്ഥയെ ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ, തൊഴിലാളികൾക്കിടയിലെ പ്രശ്നങ്ങളെ കുറിച്ച് സ്വയം വിമർശനപരമായി അത് അവരെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ, ഇങ്ങനെ ഒളിവിലും തെളിവിലുമായി ഭാസിയെ നമുക്ക് പലയിടത്തും കണ്ടെത്താൻ കഴിയും, പല രംഗങ്ങളിലും കണ്ടെത്താൻ കഴിയും. അവിടെയെല്ലാം സ്വന്തമായി കൈമുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം കടന്നുപോയത് എന്ന് നമുക്ക് കാണേണ്ടി വരും. തോപ്പിൽ ഭാസി എന്ന നാടകകാരൻ അതേ ഘട്ടത്തിൽ തന്നെ ഇടയ്ക്കൊരു ഘട്ടത്തിൽ അദ്ദേഹം ചരിത്ര രംഗത്തേക്ക് പോവുകയാണ്. അദ്ദേഹം ഏറ്റവും അധികം തിരക്കഥകൾ എഴുതിയ ആളാണ് ഇപ്പോഴും. തോപ്പിൽ ഭാസിയുടെ റെക്കോർഡ് നമുക്ക് ആർക്കും തകർക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. 140-ലധികം തിരക്കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എത്രയോ സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ അവിടെയൊക്കെ അദ്ദേഹം ഈ മാനവികതയുടെ വലിയ വശത്തെ അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചലച്ചിത്രങ്ങളെല്ലാം ശ്രദ്ധിച്ചറിയാൻ കഴിയും. ആ ചലച്ചിത്രങ്ങളൊന്നും മനുഷ്യനെ പിന്നോട്ട് നടത്തുന്നതായിരുന്നില്ല, മനുഷ്യനെ മുന്നോട്ട് നടത്തുന്ന ചലച്ചിത്രങ്ങളായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തോപ്പിൽ ഭാസിയുടെ ആത്മകഥയും തോപ്പിൽ ഭാസിയുടെ ജീവിതവും ഒക്കെ അത്ഭുതകരമായ ജീവിതമാണ്. എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടാണ് തോപ്പിൽ ഭാസി ഒരു ഓണാട്ടുകരയിലെ ഒരു ഇടത്തരം ജന്മി കുടുംബത്തിൽ ജനിച്ചു വളർന്ന തോപ്പിൽ ഭാസി എന്തുകൊണ്ടാണ് ഈ കീഴാള നന്മകളെ ഇത്രമാത്രം മാഞ്ഞു പുൽക്കുകയും സാധാരണക്കാരന്റെ വിയർപ്പിന്റെ ഗന്ധം വല്ലാതെ ആദരവോടെ കാണുകയും ചെയ്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഒളിവിലെ ഓർമ്മകളാണ് അതിന് ഏറ്റവും നല്ല മറുപടി. കാരണം ഒളിവിലെ ഓർമ്മകളിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഒളിവിലിരുന്ന കാലത്ത് ഏറ്റവും അധികം അദ്ദേഹത്തെ സംരക്ഷിച്ചത് ഈ ദളിതര കുടുംബങ്ങളാണ്. ആകെ ഒറ്റ ചായ്പ് മാത്രം, ഓല കൊണ്ട് കുത്തിമറച്ച ഒരു ചെറിയ മുറി മാത്രം, ആ മാടത്തിനുള്ളിൽ 6-7 ആളുകൾ ഉണ്ടാവും, അല്ലെ അതിലധികം ആളുകൾ ഉണ്ടാവും. അവർക്ക് കിടക്കാൻ സ്ഥലമില്ല. അവർ പുറത്ത് കിടന്നിട്ട്, അവരാകാശം നോക്കി മുറ്റത്ത് കിടന്നിട്ട് അകത്ത് ഈ സഖാദിനെ കിടത്തുകയാണ്. ഭാസി ഒരിടത്ത് പറയുന്നുണ്ട്, അദ്ദേഹം ഒരിടത്ത് ചെല്ലുമ്പോൾ അവിടെ ഒട്ടുമേ സ്ഥലമില്ല. ആകെ എന്താ ചെയ്തത്? അവർ അടുപ്പ് കത്തിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടുന്ന് അടുപ്പുകല്ല് പറിച്ചു മാറ്റിയിട്ട് അവിടെ ഒരു ചിക്കുപായ വിരിച്ചിട്ട് അതിൽ ഭാസിയെ കിടത്തുകയാണ്. ഭാസിക്ക് മലർന്നു കിടക്കുമ്പോൾ തന്റെ പുറത്ത് ചൂടടിക്കുന്നുണ്ട്. രാത്രിയിൽ അത്താഴം വെച്ച കല്ല് ഇരുന്ന സ്ഥലമാണത്. ആ ചൂടടിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ണു തുറയുന്നു. അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്, ഇവിടെ താമസിക്കുന്ന ഈ ദളിതരുടെ ജീവിതത്തിന്റെ ചൂടാണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത്.
അവർ നൽകുന്ന സുരക്ഷിതത്വം, ഏത് സമയത്തും ഫാസിയെ പിടിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം ആ കുടുംബത്തിലെ മുഴുവൻ ആളുകളും അറസ്റ്റ് ചെയ്യപ്പെടും, അവരെല്ലാം കൊല ചെയ്യപ്പെടും, പീഡിപ്പിക്കപ്പെടും. അതൊക്കെ അറിയാം അവർക്ക്. അത്രമാത്രം സാഹസികമായിട്ട് ഈ സഖാവിനെ സംരക്ഷിക്കുന്ന ഈ പാവപ്പെട്ട ദളിതരുടെ ജീവിതം അവരെന്തൊരു എത്ര അധികമാണ് തന്നെ സ്നേഹിക്കുന്നത്, തന്റെ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നത് എന്ന് ഫാസി അവിടെ കിടന്നുകൊണ്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ വിലപിക്കുകയാണ്, കരയുകയാണ് അവിടെ കിടന്നിട്ട്. തന്നെ ഇത്രമാത്രം സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഈ ഒരു സമൂഹം, ഈ കുടുംബത്തെ ഓർത്ത് കുടുംബത്തിനോട് എന്താണ് തനിക്ക് ചെയ്യാൻ പറ്റുന്നത്, എന്ത് കടപ്പാടാണ്, എങ്ങനെയാണ് ഈ കടപ്പാട് കിട്ടാൻ കഴിയുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ശ്രദ്ധയിൽ ഒളിവിലെ ഓർമ്മകൾ എന്ന കൃതി വായിക്കുക എന്നാൽ അതിന്റെ അർത്ഥം നമ്മൾ ഒരു തികഞ്ഞ സാമൂഹിക പ്രതിബദ്ധതയുള്ള വ്യക്തിയായി മാറുക എന്നാണ് അതിന്റെ അർത്ഥം. ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ആ കൃതി വായിക്കുന്നതെങ്കിൽ നിങ്ങൾ മറ്റൊരാളായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തോപ്പിൽ ഫാസി എന്ന മനുഷ്യനെ മാറ്റിയെടുക്കുന്നതിൽ, തോപ്പിൽ ഫാസി എന്ന ഈ ഒരു മധ്യവർഗ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരനെ അങ്ങേയറ്റം പുരോഗമനവാദിയായ ഒരു മാനവികത ബോധമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് ആ പ്രദേശത്തെ സാധാരണക്കാരായ പട്ടിണിപ്പാവങ്ങളായ ഈ ധാരാള കുടുംബങ്ങളാണ്, അവരുടെ ജീവിതമാണ്, അവർ നൽകിയ സ്നേഹവാത്സല്യങ്ങളാണ്, അവർ നൽകിയ സുരക്ഷിതത്വമാണ് എന്ന കാര്യവും നമുക്ക് പഠിക്കേണ്ടി വരും. അപ്പോൾ ഫാസിയുടെ ജീവിതം, ഫാസിയുടെ അനുഭവങ്ങൾ, ഫാസിയുടെ വായന, ഫാസി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, ഫാസിയെ സമൂഹം എങ്ങനെയാണോ മാറ്റി തീർക്കുന്നത്, ഇത്തരം നിരവധി കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഫാസി നൽകിയ സംഭാവനകളെ കുറിച്ച് നമുക്ക് ബോധ്യമാകുന്നത്. ഞാൻ വീണ്ടും വീണ്ടും ഫാസിയുടെ പല നാടകങ്ങളിലേക്ക് പോവുക എന്നാൽ ഒരുപാട് സമയമെടുക്കുക എന്നാണ് അർത്ഥം. എങ്കിലും തോപ്പിൽ ഫാസി എന്ന നാടകകാരനെ, തോപ്പിൽ ഫാസി എന്ന സാമൂഹിക മാറ്റത്തിന് വേണ്ടി നിലകൊണ്ട കമ്മ്യൂണിസ്റ്റിനെ ഏറെക്കുറെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന ചരിതാർത്ഥത്തോടുകൂടി ഞാൻ എൻ്റെ വർത്തമാനത്തെ നിയന്ത്രിക്കുകയാണ്. എല്ലാവർക്കും തോപ്പിൽ ഫാസി എന്ന ഈ വലിയ കലാകാരനെ ഓർത്തെടുക്കുവാനുള്ള അവസരമായി ഇത് തീർന്നു എന്ന് കരുതിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. മലയാള സർവകലാശാല ഇത്തരമൊരു കാര്യം ഏറ്റെടുത്തതിനുള്ള സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വളരെ ഗംഭീരമായിട്ടുണ്ട്. എല്ലാ വശങ്ങളും പരാമർശിച്ചുകൊണ്ടാണ് പ്രഭാഷണം കടന്നുപോയത്. തോപ്പിൽ ഫാസിയുടെ ഒളിവ് ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് നടത്തിയ പോരാട്ടങ്ങളെക്കുറിച്ചും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ജനങ്ങളുമായി ഇടപെട്ടുള്ള ആ ഇടപഴകലും ഒക്കെ തൊഴിലാളി പക്ഷത്ത് നിന്നുകൊണ്ട്, പുരോഗമന പക്ഷത്ത് നിന്നുകൊണ്ട് സാമൂഹികമായ മുന്നേറ്റത്തിന് വേണ്ടി അദ്ദേഹം നാടകത്തെ എങ്ങനെ ഉപയോഗിച്ചു എന്ന് നാടകങ്ങളൊക്കെ പിന്നെ ഓരോന്നും പറഞ്ഞുകൊണ്ട്, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, സർവേക്കല്ല്, പുതിയ ആകാശം, പുതിയ ഭൂമി, അശ്വമേധം, സരസയ്യ, മൂലധനം, തുലാഭാരം, സൂക്ഷിക്കുക, ഇടതുവശം ചേർന്ന് പോവുക, അതുപോലെ കൈയും തലയും പുറത്തിടരുത്, പാഞ്ചാലി തുടങ്ങിയ പിന്നെ പുരാണ നാടകങ്ങളെ കുറിച്ചും, അതുപോലെ ശാകുന്തളം, മൃച്ചകടികം, രജനി, ഇങ്ങനെ ഒളിവിലെ ഓർമ്മകൾ അടക്കമുള്ള എല്ലാ കൃതികളും, പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ തിരക്കഥകളെ കുറിച്ചൊക്കെ പരാമർശിച്ചുകൊണ്ട് നല്ല ഒരു അവതരണമാണ് സാർ നടത്തിയത്. ഇനി എനിക്ക് തോന്നുന്നത് കുറച്ച് സമയം കൊണ്ട് നമുക്ക് ചർച്ച എന്ന രീതിയിൽ കുറച്ച് മുന്നോട്ട് പോകാം. ഞാൻ ആദ്യമായിട്ട് ഒലീന ടീച്ചറെ ഇതിൽ ഒന്ന് പ്രതികരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പിന്നെ നിർവാഹക സമിതി അംഗം എന്ന രീതിയിൽ ടീച്ചർ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോഴും സർവകലാശാലയ്ക്ക് വേണ്ടി, പിന്നെ സർവകലാശാലയുടെ ഉന്നതിക്ക് വേണ്ടിയൊക്കെ മുന്നിട്ടിറങ്ങിയ ഒരു വ്യക്തിയാണ്. ഇപ്പോ സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ എന്ന രീതിയിൽ ടീച്ചർ പ്രവർത്തിക്കുന്നത്. ടീച്ചർ ഒന്ന് പ്രതികരിക്കുമോ? 2 വാക്ക്. ബാബുരാജ, ഞാൻ കേൾക്കുക മാത്രമാണ്. ഇതില് പ്രതികരിക്കാനാണെങ്കിൽ തുടർച്ചയില് വള്ളിക്കാവ് മോഹൻദാസ് എനിക്ക് എന്റെ ഏട്ടനാണ്. അപ്പൊ അതിന്റെ തുടർച്ചയിൽ എനിക്ക് കുറെ അധികം പറയാനുണ്ട്. അപ്പൊ അതുള്ള സന്ദർഭമല്ല ഇത്. നിങ്ങള് ഇത് കേൾക്കണം. ഇത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് ആ രീതിയിൽ ഗൗരവതരമായ ഒരു ചർച്ച പലപ്പോഴും നമുക്കിടയിൽ ഉണ്ടാകുന്നില്ല. ഈ ചരിത്രത്തെ നമ്മൾ വളച്ചൊടിക്കുന്ന ഒരു കാലത്ത് ചരിത്രം വിസ്മൃതിയിലായി പോകുന്നതും അത്ര ഗുണകരമല്ല. മലയാള ഭാവനയെ സംബന്ധിച്ച് അങ്ങനത്തെ ചില വിടവുകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിലൊരു വിടവ് കൂടിയാണ് തോപ്പിൽ ഫാസി എന്ന സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് തന്നെ വിളിക്കാം, എന്ന് തർക്കമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു കലാകാരന്റെ, ഭാഷാ പണ്ഡിതന്റെ, അത് എടുത്തെടുത്ത് നമ്മൾ കാണേണ്ട ഒരു തലമാണ്. അതിനെക്കുറിച്ച് മലയാളത്തിൽ ഏറ്റവും നന്നായി ആഴത്തിൽ അറിയുന്ന ആളെ തന്നെയാണ് നിങ്ങൾക്കിന്ന് കിട്ടിയത്. ഞാൻ നമ്മുടെ ഈ ഗ്രൂപ്പിൽ, തോപ്പിൽ ഫാസി ഗ്രൂപ്പിൽ പെട്ടെന്ന് നമ്മുടെ അറിയിപ്പ് കണ്ടപ്പോ
എനിക്കത് കേട്ടേ കൂടൂ. വേറെ മാർഗമില്ല നമ്മളെ സംബന്ധിച്ച്. ഇത്തരം ഒരു അറിയിപ്പ് കണ്ടാൽ അങ്ങനെ കേൾക്കുന്നു എന്ന് മാത്രം. കേൾക്കുകയായിരുന്നു ഞാൻ നമ്മളോടൊപ്പം നമ്മൾ ഒന്നിച്ചത് കേൾക്കുകയായിരുന്നു. നിശ്ചയമായിട്ടും ഭൂതകാലത്തെ ഒരുപാട് കാര്യങ്ങളിലേക്ക് തുടർച്ചയിൽ പോവുകയാണ്. ഒറ്റ കാര്യം മാത്രം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിലെ ഫെമിനിസ്റ്റ് പാഠങ്ങൾ പലപ്പോഴും നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയ നാടകം അടക്കം മാല എന്ന കഥാപാത്രം എടുക്കുന്ന ഒരു തീരുമാനം, അതിലെ ബോബി എന്ന കഥാപാത്രം, അപ്പൊ അതിനെ മുൻനിർത്തിയിട്ട് അതിനകത്തൊരു സ്ത്രീ വിരുദ്ധത പലപ്പോഴും ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഒരു റീറീഡിങ്ങിന്റെ അതിന്റെ ഒരു പുനർവായന സാധ്യമാകും ഒരുപക്ഷെ ഇന്നത്തെ ഒരു നിരീക്ഷണം. അത് നമുക്ക് ഗവേഷകരെ സംബന്ധിച്ച് വേറൊരു പാഠമാണ് മാല എന്ന പേര്. ഇതിനെ മുൻനിർത്തിയിട്ട് ഈ അയ്യങ്കാളിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് മനോഹരമായ ഒരു നോവൽ മലയാളത്തിലുണ്ട്. ആ നോവലില് ഈ അമ്മ കഥാപാത്രം അതിഗൗരവമായിട്ട് അയ്യനേക്കാൾ ഭംഗിയായിട്ട്, കാളിയേക്കാൾ ഭംഗിയായിട്ട്, അയ്യങ്കാളിയുടെ കാളിയേക്കാളും ഭംഗിയായിട്ട് ചിത്രീകരിക്കപ്പെട്ടൊരു നോവലാണ്. എനിക്ക് തോന്നുന്നു അശോകടക്കം നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ നോവലില് ഈ മാല കഥാപാത്രം അത്ര പ്രോമിനന്റ് ആയിട്ട് അവതരിപ്പിക്കപ്പെട്ടത് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ ഇന്നത്തെ നിരീക്ഷണത്തില് വേറെ ചില കാര്യങ്ങൾ നമ്മുടെ ഗവേഷകർക്ക്, ഒരു സർവകലാശാല എന്ന നിലയിൽ ഗവേഷകർക്ക് വ്യത്യസ്തമായ വെളിച്ചം കിട്ടിക്കാണും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും എനിക്കില്ല. നമ്മുടെ കുട്ടികൾ, പങ്കെടുത്ത കുട്ടികൾക്ക് അവരുടെ പഠനത്തിന്, പ്രത്യേകിച്ച് സാമൂഹ്യ പാഠത്തെ മുൻനിർത്തി, സാമൂഹ്യ പഠനത്തെ മുൻനിർത്തിയിട്ടുള്ള നമ്മുടെ ഗവേഷണങ്ങൾ പുതിയ രീതിയിൽ, മറ്റൊരു രീതിയിലേക്ക് വികസിച്ചു വരുന്നൊരു കാലത്ത് മലയാള സർവകലാശാലയ്ക്ക് ധാരാളം പിൽക്കാല പഠനങ്ങൾക്ക് മുതൽക്കൂട്ടായിരിക്കും ഇന്നത്തെ വായന. ഒരു തർക്കമില്ലാതെ നമുക്ക് ഓരോരുത്തർക്കും, ഇപ്പൊ എനിക്കൊക്കെ വീടിന്റെ അകത്തെ അനുഭവങ്ങളാണ് ഇതിൽ ബഹുഭൂരിപക്ഷവും. എന്നാൽ പോലും ഇത്രയും കൊല്ലത്തിനകം മാറി നിന്നുകൊണ്ട് അരങ്ങിലെ ശോണബിംബം ചെയ്തിട്ടുണ്ട്. വള്ളിക്കാവ് മോഹൻദാസിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളിലൊന്നാണ്. ചെറിയ പുസ്തകമാണ്, പക്ഷെ അത് വളരെ ഷാർപ്പായ ഒരു പുസ്തകമാണ്. അതിലടക്കം മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ അത്ര ഗൗരവത്തോടെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന ചോദ്യം കൂടി നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഇനി അങ്ങോട്ടുള്ള വായനയ്ക്ക് തീർച്ചയായിട്ടും രാസോത്തരമായിരിക്കും എന്നാണ് ഞാൻ കാണുന്നത്. അത് മാത്രമേ പറയാനുള്ളൂ. ഞാൻ എന്തായാലും ഇവിടെ കേൾക്കും, ബാക്കിയുള്ള ചർച്ചകൾ എനിക്ക് കേൾക്കണം. മുടങ്ങിപ്പോയ എന്റെ എഴുത്തിന് വളരെ സഹായകരമായ ചർച്ച എന്നാണ് പറഞ്ഞു വെക്കാനുള്ളത്. മടികൊണ്ടേ അല്ല, ഒട്ടും മടികൊണ്ടേ അല്ലാതെ ബാബു അടക്കം അറിയാം, കൂട്ടുകാരൊക്കെ പറയും എഴുത്തും മുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് അത് തിരിച്ചു പിടിക്കാനുള്ള പരമാവധി ശ്രമത്തിൽ. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഈ കേൾവികളിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു സന്തോഷമാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഞാൻ പഴയ 10 പുസ്തകങ്ങളിലൂടെ കടന്നുപോയതിന്റെ ഒരു വായന അനുഭവം ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നതിന് ഞാൻ നന്ദി പറയാൻ പാടില്ല. പക്ഷെ എനിക്ക് അതാണ് കടപ്പാടാണ് നമ്മുടെ ഈ കൂട്ടായ്മയോട്. തീർച്ചയായിട്ടും ഞാനും ഈ വായനയ്ക്കൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. ടീച്ചർ വളരെ നന്ദി, സന്തോഷം. ഇനി നമുക്ക് വിദ്യാർത്ഥികളുണ്ട് ഇവിടെ, അതുപോലെ അധ്യാപകരുണ്ട്. ആർക്കെങ്കിലും സാറോട്, മോഹൻദാസ് സാറോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അതിനുവേണ്ടി നിങ്ങൾ ക്ഷണിക്കുകയാണ്. നമ്മുടെ രതീഷ് ശങ്കറുണ്ട്, അശോക് മാഷുണ്ട്, ഗണേഷ് മാഷ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗവേഷകരുണ്ട്, സ്വപ്ന, ജിനു, മെൽവിയ അടക്കമുള്ള എല്ലാവരെയും കാണുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന്, ചോദ്യം മാത്രമല്ല പ്രതികരണം, കൂട്ടിച്ചേർക്കലൊക്കെ ആവാം. മാഷെ നമസ്കാരം. ചോദ്യമായിട്ടല്ല, ഒരു അഭിപ്രായം, പ്രതികരണം എന്നില്ല പറയാം. നന്നായിട്ട് മാഷെ വിഷയത്തെ അവതരിപ്പിച്ചു. ഒരു ചരിത്ര ഏടുകളിലൂടെ ഒരു ദൃശ്യ സാധ്യതകളൊക്കെ വർത്തമാനത്തിലുണ്ടായിരുന്നു. അപ്പം ആ സംഭവവും കാലഘട്ടത്തെയൊക്കെ കാണാൻ കഴിയുന്ന വിധം വളരെ വ്യക്തമായിട്ട് ഈ ഭാഷണത്തിലൂടെ പറഞ്ഞു. അപ്പോൾ അതിലുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കണം. ഞങ്ങൾ ഗവേഷകർ 3-4 പേര് ഈ മീറ്റിങ്ങിൽ മുഴുവൻ സമയം കേൾക്കുന്നുണ്ടായിരുന്നു. ഇത് തീർച്ചയായിട്ടും ഉലയൻ ടീച്ചർ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഉപകാരമായി, നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു. നമസ്കാരം മാഷെ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം, പറയൂ. ഞാനിപ്പോ ജിൻചേട്ടൻ പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രഭാഷണമാണെങ്കിലും എനിക്ക് സത്യത്തിൽ ഒരു ഡോക്യുമെന്ററി കാണുന്ന ഒരു ഫീലായിരുന്നു സത്യത്തിൽ കിട്ടിയിരുന്നത്. നമുക്ക് അതിൽ പറയുന്ന ഓരോ സന്ദർഭങ്ങളും പറയുന്ന സമയത്ത് നാടകത്തെ പറ്റി വിശദീകരിക്കുകയാണെങ്കിലും അത് ആ ഒരു സന്ദർഭങ്ങളെല്ലാം കാണാൻ കഴിയുന്ന പോലെയായിരുന്നു മാഷിന്റെ ക്ലാസ്. മോഹൻദാസ് മാഷിനോട് വലിയ നന്ദി. ഈ കൊല്ലത്ത് കഴിഞ്ഞ വർഷം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകം പ്രദർശിച്ചപ്പോൾ ഞാനത് കാണാൻ വേണ്ടി പോയിരുന്നു.
ഇപ്പം ഞാൻ മലപ്പുറത്തുണ്ട്. എൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിലാണ്. ഞാൻ അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു പോകാൻ. പക്ഷേ ഈ നാടകത്തെക്കുറിച്ച് പണ്ട് തൊട്ട് കേൾക്കുന്നു, അങ്ങനെ കാണാനുള്ള ആഗ്രഹത്തിൽ പോയി. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ കുറേ ആളുകൾ കണ്ടിട്ടുണ്ട്, ഇനിയും കാണാൻ താല്പര്യമുള്ളവരുണ്ട്. ഇനി അടുത്ത പ്രദർശനം ഏത് ജില്ലയിലാണെന്നൊക്കെ ഞങ്ങൾക്കും അറിയാൻ പറ്റുവാണെങ്കിൽ ഇനിയും ഒന്നുകൂടെ കാണാൻ എനിക്ക് താല്പര്യമുണ്ട്. കൂടെയുള്ളവർ കാണാത്തവർക്കും അത് ഉപകാരമാകും. ഞാനത് ബാബുരാജ് മാഷിനെ അറിയിക്കാം. അടുത്ത പ്രസന്റേഷൻ എവിടെയാണെന്നുള്ളത് ഞാൻ അറിയിക്കാം. തീർച്ചയായും. ഹലോ സാർ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. സാഹിത്യരചന ഡിപ്പാർട്ട്മെന്റിനോട് നന്ദി പറയാണ്. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാ കയറി. ബാബുമാഷ് എനിക്ക് ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. റിസർച്ച് മെത്തഡോളജി പറഞ്ഞൊരു ക്ലാസ് ഉണ്ടായിരുന്നു, അപ്പൊ അതിലായിരുന്നു തോപ്പിൽ ബാസിയുടെ ഒരുവിധ എല്ലാ നാടകങ്ങളെ പറ്റി എന്താ പറയാ, മെൽവിയ പറഞ്ഞ പോലെ തന്നെ ഒരു ഡോക്യുമെന്ററി കണ്ട പോലെ തന്നെ നല്ലൊരു ഇതായിരുന്നു. നല്ല എല്ലാം നന്നായി പറഞ്ഞു. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയാണ് അല്ലെ ഏറ്റവും കൂടുതൽ നാടകമായിട്ട് ഇപ്പോഴും കളിക്കുന്നു എന്നുള്ളൊരു അറിവ് കിട്ടി. അതൊക്കെ എന്താ പറയാ, നമ്മൾ ബുക്കിൽ നിന്ന് വായിച്ചാൽ കിട്ടുന്ന ഒരു ഇതല്ല. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സാർ. ഇനി ആരെങ്കിലും? സാർ നമസ്കാരം. സാർ എൻ്റെ ഒരു ചോദ്യം. ഒരാള് അജേഷ്, ആരാ രതീഷോ, ആരാ സംസാരിക്കുന്നത്? ഓക്കെ, താങ്ക് യു സാർ. സാർ നമസ്കാരം. എൻ്റെ പേര് അജേഷ് എന്നാണ്. ഞാനൊരു സ്കൂൾ അധ്യാപകനാണ്. ശരിക്കും പറഞ്ഞു വെച്ചാല് എന്റെ ജീവിതത്തില് ഞാൻ കേട്ട എന്റെ ചെറുപ്പകാലങ്ങളിൽ കേട്ടിരിക്കുന്ന ഒരു നാടകമായിരുന്നു, കാണണമെന്ന് ആഗ്രഹിച്ച നാടകമായിരുന്നു നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ളത്. തീർച്ചയായിട്ടും അതിന്റെ അത് വെറും ഒരു ആകാംക്ഷയായിരുന്നു എങ്കിൽ ഇപ്പൊ എനിക്കത് ശരിക്കും അതൊരു വലിയൊരു അസറ്റായിട്ട് മാറി. എനിക്ക് അത് വീട്ടിൽ കാണണമെന്നുള്ള ഒരു ആഗ്രഹം വന്നിട്ടുണ്ടായിരുന്നു സാർ. എന്തായാലും സാറ് ആ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ ആ കാലഘട്ടങ്ങളിലൂടെ ശരിക്കും കാലഘട്ടങ്ങൾ കാണിച്ചു തന്നതല്ലായിരുന്നു സാറ്. ശരിക്കും അത് ഞങ്ങളുടെ കൺമുമ്പിൽ കാണിച്ച ഒരു എന്താ പറയുക, ജീവിച്ച് കാണിച്ചു തന്നായിരുന്നു സാർ. വളരെ സന്തോഷമുണ്ട് സാർ. എന്തായാലും ഈ ഒരു അവസരം ഒരുക്കിയത് നമ്മുടെ ജിൻ സാറാണ്. സാർക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. സാറാണ് ഇനി നമുക്ക് ലിങ്ക് അയച്ചു വേണ്ടി തന്നത്. വലിയ സന്തോഷം. ഞാനത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വെച്ചാല് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയിലാണ് ഞാൻ ജസ്റ്റ് കേട്ടത്. എന്റെ കൈ ഒടിച്ചുപോയി, ഞാൻ ഇളകിയില്ല. സാറിന്റെ സംഭാഷണങ്ങൾ അങ്ങനെ കേട്ടതിൽ എന്താ പറയാ, അങ്ങനെ ഇരുന്നു പോയി സാർ. വളരെ നന്നായിട്ടുണ്ടായിരുന്നു സാർ. ഹൃദയത്തിൽ തട്ടി പറയണം സാർ, വളരെ നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു സാർ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇതുമാതിരി ഒരു പ്രഭാഷണം കേൾക്കാൻ വേണ്ടി കഴിയുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് സാർ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച് സാർ. സന്തോഷം. രതീഷ്? വളരെ നല്ലൊരു വിജ്ഞാനപ്രദമായിട്ടുള്ള, അല്ലെങ്കിൽ കുറെ കൂടി ചരിത്രപരമായിട്ട് നമ്മളുടെ ഒരു കേരളീയ ഭൂതകാലത്തെ എങ്ങനെയാണ് കേരളം വളരെ പ്രബുദ്ധമായി അടയാളപ്പെട്ടത്, അതിൽ എത്രത്തോളം പങ്കാണ് ഈ രാഷ്ട്രീയ നാടകങ്ങൾക്കും അതുപോലെ തോപ്പിൽ ഭാഷയ്ക്കും ഒക്കെ ഉണ്ടായിരുന്ന പങ്കിനെ കുറിച്ചൊക്കെ കൃത്യമായ സാർ അടയാളപ്പെടുത്തി. എന്നിരുന്നാലും ഈ ഒരു സമകാലിക കേരളത്തിൽ നമുക്കറിയാം, കേരളം കടന്നു വന്നിട്ടുള്ള വഴികൾ, പലതരത്തിലായിട്ടുള്ള പ്രബുദ്ധമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഒക്കെ ഉണ്ടായിട്ടെങ്കിലും ഈ ഒരു സവിശേഷമായിട്ടുള്ള ഒരു സമകാലിക സന്ദർഭത്തിൽ നിന്നുകൊണ്ട് കുറെ കൂടി നാം തോപ്പിൽ ഭാഷയെ ഓർമ്മിച്ചെടുക്കുമ്പോൾ എന്താണ് അതിന്റെ കുറച്ചുകൂടി ആ ഒരു രീതിയിലേക്ക് കൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതായത് നിലവിലുള്ള നമ്മളുടെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിന് സംഭവിച്ചിട്ടുള്ള പലതരത്തിലുള്ള ഈ രാഷ്ട്രീയ വ്യതിയാനങ്ങളും ഒക്കെ തന്നെയും ബന്ധിപ്പിച്ചുകൊണ്ടുകൂടിയും കുറെ കൂടി വിമർശനാത്മകമായിട്ട് തന്നെ ഒരു കൺക്ലൂഡ് ചെയ്തിരുന്നെങ്കിൽ എന്ന് മാത്രം തോന്നി. എന്നിരുന്നാലും മികച്ചൊരു പ്രഭാഷണ അനുഭവമായി തന്നെ തോന്നി. ഒരു ഒറ്റ കാര്യം എനിക്ക് ചോദിക്കാനുള്ള, ഞാൻ ഇതിന്റെ ഇടയിൽ കുറച്ച് വിട്ടുപോവുകയുണ്ടായിരുന്നു. ഈ വേറൊരു സമരവും ഈ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു സമരം കൂടി അദ്ദേഹത്തിന്റെ ഈ ശൂരനാട് കലാപം പോലെ അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തിൽ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നായിട്ട് അറിയാം. അതേ കൂടി
ഒന്ന് വിശദീകരിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ ചോദ്യം. ഓക്കെ, ശൂരനാട് സംഭവത്തെ അദ്ദേഹം നേരിട്ട് ഇൻവോൾവ് ചെയ്യുന്നില്ല. പക്ഷേ വള്ളികുന്നത്തെ സമരങ്ങളിലാണ് അദ്ദേഹം പങ്കെടുത്തിരുന്നത്. അതിൽ അദ്ദേഹം വളരെ സജീവമായി ഇടപെട്ടിരുന്നു. അദ്ദേഹം യഥാർത്ഥത്തിൽ വള്ളികുന്നത്ത് 2 സമരങ്ങൾ, ഒന്നൊരു മേനി സമരം ഉണ്ടായിരുന്നു, അതിൽ അദ്ദേഹം ഇടപെട്ടിരുന്നു. വള്ളികുന്നത്ത് നടന്ന കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റങ്ങളിലെല്ലാം അദ്ദേഹം പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിന് പുതുപ്പള്ളി രാഘവൻ ആണ് അദ്ദേഹത്തിന് പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അപ്പൊ ആ തരത്തിൽ വള്ളികുന്ന സമരത്തിൽ വളരെ സജീവമായി ഇടപെട്ടിരുന്ന ആളാണ് പ്രഫുൽ പാത്തി. പ്രഫുൽ പാത്തിയുടെ രാഷ്ട്രീയ ജീവിതം എപ്പോഴും സംഘർഷഭരിതമായ രാഷ്ട്രീയ ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായിരിക്കുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ചില ആളുകളുടെ പ്രവർത്തനങ്ങളിലെ വൈകല്യത്തെക്കുറിച്ച് അപ്പോൾ തന്നെ ചോദ്യം ചെയ്തിരുന്ന ഒരാൾ കൂടിയാണ് പ്രഫുൽ പാത്തി. എപ്പോഴും വിമർശനവും സ്വയം വിമർശനവും ഒക്കെ നടത്തിയിരുന്ന ആളാണ് പ്രഫുൽ പാത്തി. അദ്ദേഹം പിൽക്കാലത്തും അദ്ദേഹം പലപ്പോഴും കലഹിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചില ഘട്ടങ്ങളിൽ KPAC തന്നെ അദ്ദേഹം മാറിപ്പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ നിരവധിയായിട്ടുള്ള സംഭവങ്ങളുമുണ്ട്. ഞാനതെല്ലാം ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പ്രഫുൽ പാത്തിയുടെ നാടകങ്ങളിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് എന്നതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളിലേക്ക് കൂടുതൽ ഞാൻ പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം പല തരത്തിലുള്ള സമര മുഖങ്ങളിലും അദ്ദേഹം സാന്നിധ്യമായിരുന്നു എന്ന കാര്യം സംശയമില്ല. മനോജ് സർ, പിന്നെ എനിക്കിതുപോലെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ നമുക്ക് ഈ രാഷ്ട്രീയ നാടകങ്ങളെ കുറിച്ച് പറയുമ്പോൾ മറക്കാൻ പറ്റാത്ത സംഭാവന നൽകിയ പല വ്യക്തികളുണ്ട്. ഇപ്പൊ ചെറുകാട്, ഇടശ്ശേരി, KT മുഹമ്മദ്, VT ഭട്ടതിരിപ്പാട്, K ദാമോദരൻ, KE ഐമോ, അങ്ങനെ. പക്ഷെ പിന്നീട് നമ്മുടെ ഒരു ആധുനിക ദശയിലേക്ക് വന്നപ്പോൾ ഈ രാഷ്ട്രീയ നാടകങ്ങൾക്ക് മൂർച്ച കുറഞ്ഞു പോയോ, അല്ലെങ്കിൽ രാഷ്ട്രീയ നാടകങ്ങൾ നമുക്ക് പിന്നീട് വേണ്ടത്ര ഉണ്ടാവുന്നുണ്ടോ എന്നൊരു ഒരു സംശയം എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത്? എനിക്ക് തോന്നുന്നത് ഈ കാലം മാറിയതോടുകൂടി ഈ പ്രതിഭകളുടെ ഷാർപ്പ്നെസ് നഷ്ടപ്പെട്ടു പോയി എന്ന് എനിക്ക് തോന്നുന്നു. ചെത്തിക്കൂർപ്പിച്ച പ്രതിഭകളാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അവർക്ക് മുന്നിൽ ഒന്നും പ്രതിബന്ധമായിരുന്നില്ല. അവര് സധൈര്യം ഇതെല്ലാം പറയുകയാണ് ചെയ്തിരുന്നത്. പക്ഷെ പുതിയ കാലത്തേക്ക് എത്തുമ്പോഴത്തേക്ക് പലപ്പോഴും കോംപ്രമൈസിന്റെ ഒരു തലത്തിലേക്ക് എഴുത്തുകാർ മാറുകയും നാടകകൃത്തുക്കൾ മാറുകയും ഒക്കെ ചെയ്യുമ്പോൾ അവര് കൃത്യമായ രാഷ്ട്രീയ കാര്യങ്ങൾ പറയാനുള്ള മടി കാട്ടുന്നു. അതല്ലെങ്കിൽ അതിനെ സാമൂഹിക തരത്തിലേക്കൊക്കെ ഒന്ന് മാറ്റി തീർക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് എനിക്ക് തോന്നുന്ന പ്രധാനപ്പെട്ട കാര്യം. അത് ആ രംഗത്ത് മാത്രമല്ല, എല്ലാ രംഗത്തും നമുക്കത് കാണാൻ കഴിയും. നമുക്ക് പഴയ കാലത്തെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കളെ നമുക്ക് ഇന്ന് കാണാൻ കഴിയുകയില്ലല്ലോ. അപ്പൊ അതൊക്കെ നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളാണ്. അതെല്ലാ രംഗത്തും നമുക്കത് കാണാം. എന്നാൽ ചിലരത് ഗൗരവത്തോടെ കാണുന്നുണ്ട്. ചില രാഷ്ട്രീയ നാടകങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ സഫ്ദർ ഹഷ്മി ഒരു ഒന്നാം തരം രാഷ്ട്രീയ നാടകക്കാരനായിരുന്നു. അദ്ദേഹം അതിഗംഭീരമായുള്ള രാഷ്ട്രീയ നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്കിവിടെ തന്നെ ആണെങ്കിലും നമുക്ക് ചില നാടകങ്ങൾ ഇപ്പം ഗദ്ദിക, അത് വളരെ KJ ബേബിയുടെ നാടകം രാഷ്ട്രീയ നാടകം തന്നെയായിരുന്നു. അപ്പൊ ആ തരത്തിൽ ചില നാടകങ്ങൾ പല ഘട്ടങ്ങളിൽ അപൂർവമായിട്ടെങ്കിലും ചിലയിടത്തൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോ ചില അമച്വർ നാടക രംഗത്ത് അത് കാണാൻ കഴിയും. പ്രൊഫഷണൽ നാടക രംഗത്തില്ലെങ്കിൽ പോലും അമച്വർ നാടക രംഗത്ത് അത്തരം ചില പ്രകാശം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് അത് പൂർണ്ണമായും നഷ്ടപ്പെടുന്നില്ല. പക്ഷെ അത് വളരെ ഉയർന്ന തരത്തിലേക്ക് എത്തുന്നില്ല എന്നതാണ് കാര്യം. ചിലപ്പോ ഈ സർവകലാശാല ഏകാംഗ നാടക മത്സരങ്ങളിലൊക്കെ ചില നാടകങ്ങൾ വരും. അതൊക്കെ എത്ര ശക്തമായുള്ള നാടകങ്ങളാണ് അങ്ങനെ വന്നിട്ടുള്ളത്. ഞാൻ ചില നാടകങ്ങൾ ഓർക്കുകയാണ്. PM രാജന്റെ നാടകങ്ങൾ പിൽക്കാലത്ത് വന്ന നാടകങ്ങളാണ്. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ചെയ്തിട്ടുള്ള ചില നാടകങ്ങളും ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയുകയില്ല. എങ്കിലും ഈ ചോദ്യം പ്രസക്തമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ഗംഭീരമായ പെർഫോമൻസ് പലപ്പോഴും
ഉണ്ടാകുന്നില്ല എന്നാണ് പ്രശ്നം. എന്നാൽ ഈ ഇന്റർനാഷണൽ ഡ്രാമ ഫെസ്റ്റിവലൊക്കെ പോകുമ്പോൾ ഞാൻ ചില നാടകങ്ങൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ മണിപ്പൂരിൽ നിന്നൊക്കെ വന്ന കഴിഞ്ഞ 5-6 വർഷത്തിന് മുമ്പ് മണിപ്പൂരിൽ നിന്ന് വന്നൊരു നാടകം, അതൊക്കെ ആ പ്രദേശത്തെ ജീവിതത്തെ അതിശക്തമായി, രാഷ്ട്രീയ പ്രശ്നങ്ങളെ അതിശക്തമായി ആവിഷ്കരിക്കുന്ന നാടകങ്ങളാണ്. അങ്ങനെയൊക്കെ പലയിടത്തു നിന്നും അത്തരം നാടകങ്ങൾ വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയും ചില നാടകങ്ങൾ അങ്ങനെയുണ്ട്. ഇപ്പം പെൺകുട്ടികൾ മാത്രം അവതരിപ്പിച്ച ഒരു നാടകം കൊല്ലത്ത് പ്രകാശ് കലാകേന്ദ്രം അവതരിപ്പിക്കുകയുണ്ടായി. അതിൽ വളരെ ഗൗരവമായി ഈ സ്ത്രീപക്ഷ നിലപാടും മലയാളക്കര കാണിക്കുന്ന സ്ത്രീ വിരുദ്ധതയും ഒക്കെ അതിശക്തമായി ആവിഷ്കരിച്ച ഒരു നാടകമാണത്. അപ്പം അങ്ങനെ ചിലതൊക്കെ ഉണ്ടാകുന്നുണ്ട്. എങ്കിലും സാറ് പറഞ്ഞതൊരു പോരായ്മയാണ്. ശരി സാർ, ഇനി ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. ആരെങ്കിലും ജുനൈദ് എന്തെങ്കിലും ചോദിക്കുന്നു? ജുനൈദ് ഇല്ലാന്ന് കരുതുന്നു. നമുക്ക് നന്ദി പറയാം അല്ലെ? നന്ദി പറയുന്നത് മഞ്ജുഷ. മഞ്ജുഷ കേൾക്കുന്നുണ്ടോ? മാഷേ കേൾക്കാം. ഓക്കെ. ഞാനിത് പ്രഭാഷണം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുറെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രഭാഷണം ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്നത്. നന്ദി പറയാന്നുള്ള ഒരു കടമയാണുള്ളതെങ്കിലും വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ മാഷ് ഇനിയും ഒരുപാട് ഇതേപോലെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രഭാഷണങ്ങൾ തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഈ ഭരണഭാഷ വാരാഘോഷത്തോടനുബന്ധിച്ച് നമ്മുടെ മലയാള സർവകലാശാല നടത്തിയ, അതായത് സാഹിത്യരചനാ സ്കൂള് നടത്തിയ കേരളത്തിന്റെ സാംസ്കാരിക രാഷ്ട്രീയ നിർമ്മിതിയിൽ തോപ്പിൽ ഭാസിയുടെ നാടകങ്ങൾ വഹിച്ച പങ്ക് എന്ന വിഷയത്തില് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് മാഷിന്റെ വളരെ കാമ്പുള്ള ഒരു പ്രഭാഷണമാണ് നമ്മൾ കേട്ടത്. ഇതില് മാഷോട് എനിക്ക് ഏറ്റവും കൂടുതൽ ഹൃദയം നിറഞ്ഞൊരു നന്ദിയാണ് മാഷിന് ഞാൻ തരുന്നത്. പിന്നെ സ്വാഗതം ആശംസിച്ച സ്വാലിഹ്, അധ്യക്ഷ സ്ഥാനം വഹിച്ച ബാബുരാജ മാഷ്, സന്നിഹിതരായ സാക്ഷരതാ സമിതി ഡയറക്ടർ ഒല്ലീന ടീച്ചർ, സാഹിത്യരചനാ സ്കൂൾ അധ്യാപകരായ അശോക് മാഷ്, ഗണേഷ് മാഷ്, രതീഷ് മാഷ്, പങ്കെടുത്ത മറ്റ് അധ്യാപകർ, ഗവേഷക സുഹൃത്തുക്കള്, എല്ലാവരോടും ഈ പ്രഭാഷണത്തിൽ പങ്കെടുത്ത എല്ലാവരോടും ഹൃദയം നിറഞ്ഞൊരു നന്ദിയാണ് ഞാൻ രേഖപ്പെടുത്തുന്നത്. മലയാള സർവകലാശാലയുടെയും സാഹിത്യരചനാ സ്കൂളിന്റെയും പേരില് മോഹൻദാസ് മാഷിനോടും ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ശരി, അപ്പോ നമസ്കാരം, എല്ലാവർക്കും നന്ദി. നന്നായിരുന്നു മാഷ്, നല്ല പ്രഭാഷണമായിരുന്നു. ശരി, അപ്പോ സന്തോഷം മാഷേ. നമുക്ക് പിന്നെ കാണാം. ഓക്കെ ഇവിടെ ഉണ്ട്, ഞാൻ കേൾക്കുകയാണ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് എല്ലാവർക്കും. നമസ്കാരം. കാണാം.